ഏറ്റവും വാശി ഉണ്ടാവില്ല ആർക്കാന്ന് അറിയാം നിങ്ങൾക്ക്? ഏറ്റവും അടുത്ത് ജീവിച്ച ആൾക്കാർക്കായിരിക്കും. തെറ്റിയാൽ, പിണങ്ങിയാൽ, മരിച്ചാൽ പോലും ഉണങ്ങാത്ത മുറിവുകൾ, മരിച്ചാൽ പോലും മായാത്ത പരിക്കുകൾ, മരിച്ചാൽ പോലും തീരാത്ത വാശി ഇന്ന് മനുഷ്യർക്കിടയിലുണ്ട്. ശത്രുക്കളല്ല, എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അകന്നു വന്ന ആൾക്കാരല്ല, സ്വന്തം ബാപ്പയും മക്കളും, ഭർത്താവും ഭാര്യയും, ഒരേ ഉമ്മയുടെയും ഉപ്പയുടെയും മക്കൾ. ഖുർആനാണ് നമ്മളൊക്കെ ഖുർആനിൻ്റെ ആളുകളാണ്, ഖുർആനിൻ്റെ പ്രയോക്താക്കളാണ്, ഖുർആൻ പ്രചരിപ്പിക്കുന്നവരാണ്, അതിനുവേണ്ടി സമ്മേളനങ്ങൾ നടത്തുന്നവരാണ്, അതിനുവേണ്ടി പദ്ധതികളും പരീക്ഷകളൊക്കെ ഉള്ള ആൾക്കാരാണ്. പക്ഷേ ഇത് എവിടെയാണോ റിഫ്ലക്റ്റ് ചെയ്യേണ്ടത്, ഇത് എവിടെയാണോ പ്രവർത്തിക്കേണ്ടത്, അവിടെ അത് പ്രവർത്തിക്കാതിരിക്കുകയും ജീവിതവും ഖുർആനിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യുന്ന ഒരു ലിമ തഖൂലൂന എന്ന് പറയുന്ന നമുക്ക് നേരെ ചൂണ്ടുന്ന ഏറ്റവും വലിയ ചോദ്യം അതാണ്. പറയുന്നത് ആദർശവും ചെയ്യുന്നത് എതിർവശവുമാകുന്ന ഒരു ജീവിത വിരുദ്ധത, ജീവിത വൈപരീത്യം എന്നൊക്കെ പറയാവുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നത് അതാണ്. നമ്മളെ വീട് എന്ന് പറഞ്ഞാൽ, നമ്മളെ മക്കൾ എന്ന് പറഞ്ഞാൽ അതിലപ്പുറം നമുക്ക് എന്താ ഉള്ളത്? അവർക്ക് ഒരു നന്മ നമ്മൾ കാരണം തുടങ്ങി വെക്കാൻ അത് വാപ്പ തുടങ്ങിയതാണ്. അത് മുടങ്ങരുത്. അത് ഉമ്മാൻ്റെ ഒരു ആഗ്രഹമാണ്. ഉമ്മാനോട് നമ്മളെ സ്നേഹം നമ്മൾ പുലർത്തുന്നത് ഈ ഖുർആനിൻ്റെ ഒരു ചർച്ചയിലൂടെയാണ് എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ വീടിൻ്റെ അന്തരീക്ഷം ഒന്ന് മാറ്റാൻ നമ്മളൊന്ന് ശ്രമിച്ചു നോക്കിയാൽ, എല്ലാ ദിവസവും ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഒരു ഖുർആനിൻ്റെ ഒരു മജ്‌ലിസ് നമുക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞാൽ വലിയൊരു സംഭവമായിരിക്കും. ഇപ്പോൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്ത ഒരു 10, 15, 20 ആയത്തുകൾ, അതുമാത്രം മതി ഒരു വർഷത്തേക്ക് നമ്മളുടെ മാസ്റ്റർ പ്ലാനായിട്ട് നമ്മൾ അംഗീകരിക്കാൻ. ഈ ആയത്തുകളെ പറ്റിയുള്ള വിശദമായ പഠനം ഓരോരുത്തരുടെ തലത്തിൽ നിന്ന് നടത്തിയിട്ട് അതിനോട് അനുബന്ധമായി വരുന്ന മറ്റ് ആയത്തുകൾ, അതിനെ വിശദീകരിക്കുന്ന മറ്റ് ഹദീസുകൾ, നമ്മുടെ ജീവിതത്തിൻ്റെ ദൈനംദിന കാര്യങ്ങളിൽ എവിടെയൊക്കെ ഇത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, എവിടെയൊക്കെ പ്രയോഗവൽക്കരിക്കാൻ പറ്റും എന്നുള്ള ചില സൂചനകൾ ഇങ്ങനെ നമ്മളൊന്ന് നടത്തി നോക്കി. അതൊരു 3 മാസം കൂടുമ്പോഴോ 6 മാസം കൂടുമ്പോഴോ അതൊന്ന് നമ്മളൊരു ക്രോഡീകരിച്ചിട്ട് എല്ലാവർക്കും വായിക്കാവുന്ന, എല്ലാവർക്കും പഠിക്കാവുന്ന ഒരു രൂപത്തിലേക്ക് അത് ഇവിടെ പ്രസിദ്ധീകരിക്കുന്ന ഒരു സാഹചര്യം. ഇപ്പോഴത്തെ കാലത്ത് പ്രിൻറ്റിങ്ങും മഷിയും ഒന്നും വേണ്ടല്ലോ. നമുക്ക് സോഫ്റ്റ് കോപ്പി ആയിട്ട് തന്നെ, PDF ആയിട്ട് തന്നെ നമുക്ക് എല്ലാവർക്കും സ്വീകരിക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു ജേണൽ QRFൻ്റെ കീഴിൽ നമുക്കിങ്ങനെ ഒരു തദബ്ബുറിൻ്റെ ഖുർആൻ റിസർച്ചിൻ്റെ ഒരു ജേണൽ നമുക്ക് പബ്ലിഷ് ചെയ്യുന്നൊരവസ്ഥ ഉണ്ടെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇറക്കുന്നതിൻ്റെ മുമ്പ് സ്വാഭാവികമായിട്ട് ഒഴിവുള്ള, ഇതിനോട് താല്പര്യമുള്ള ഏതെങ്കിലും 1-2 കൺസൾട്ടൻറ്റുകളെ, എക്സ്പേർട്ടുകളെ കണ്ട് അതിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്നൊരു ഉറപ്പുവരുത്തലും കൂടി നടത്തിയാൽ ഒരു വലിയ നന്മയായിരിക്കും, എന്തൊരു വലിയ മാറ്റമായിരിക്കും. എത്ര തലമുറകളിലേക്ക്, എത്ര മനുഷ്യരിലേക്ക് അത് പ്രചരിക്കും. അതിർത്തികളില്ലാതെ, ബോർഡറുകളില്ലാതെ, ഭൂമിശാസ്ത്രപരമായ രേഖകൾ മാനിക്കാതെ അത് ലോകം മുഴുവനും പടർന്നെത്തൂലേ. അത് വേറൊരു ടീമിന് വേണമെങ്കിൽ അതൊന്ന് ഇംഗ്ലീഷിലേക്കാകണം തീരുമാനിച്ചാൽ, അല്ലെങ്കിൽ അത് അറബിക്കാക്കണം തീരുമാനിച്ചാൽ, അത് ഉറുദുവിൽ വരട്ടെ എന്ന് തീരുമാനിച്ചാൽ, നമ്മൾ ഇവിടുന്ന് 4 ആൾ കൂടി എടുത്തൊരു തീരുമാനത്തിൻ്റെ നന്മ എത്ര വലുതായിരിക്കും, എത്ര മനുഷ്യർക്ക് ജീവിതത്തിന് അത് കാരണമാവും. ഇങ്ങനെ ഉള്ള വളരെ പ്രൊഡക്റ്റീവായ ഒരു ഖുർആൻ പഠനം എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു മാർഗമാക്കി എടുക്കാൻ QRF നമുക്ക് സാധിക്കണം. ഞാനിപ്പോൾ അടുത്ത റൗണ്ടിൽ ഞാൻ ആലോചിക്കണം എന്താണെന്ന് വെച്ചാൽ, പിന്നെ നേരത്തെ നമ്മൾ ഓതി വെച്ച ആയത്തുകളിലേക്ക് വെളിച്ചം വീശുന്ന, അതിനെ വിശദീകരിക്കുന്ന, അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആയത്തുകൾ ഖുർആനിൽ നിന്ന് തന്നെ കണ്ടെത്താൻ വേണ്ടി നമുക്ക് പറ്റുമോ എന്നുള്ളതാണ് സെക്കൻഡ് റൗണ്ടിൽ ചെയ്യണത്. നേരത്തെ ഓരോരുത്തർ കുറേ ആയത്തുകൾ പറഞ്ഞില്ലേ, അതിനെ വിശദീകരിക്കാനോ അല്ലെങ്കിൽ അതിനോട് ചേർത്ത് പറയാനൊക്കെ പറ്റുന്ന വേറെ ആയത്തുകൾ നമുക്ക് കണ്ടെത്താൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മളിവിടെ പറഞ്ഞത് സൂറത്ത് ഫുസ്സിലത്തിലെ 30-ാമത്തെ ആയത്ത്, ഇന്നല്ലദീന ഖാലു റബ്ബുന അല്ലാഹു സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായികത്തു അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലത്തി കുൻതും ബിഹി തുആദൂൻ. ഇതിലെ ഏതെങ്കിലും ഒരു പദം, അത്രേ ഉള്ളൂ, ഇതിൽ വരുന്ന ഏതെങ്കിലും ഒരു പദം ഉപയോഗിച്ചുകൊണ്ട് ഇതിനോട് ചേർന്ന് നമുക്ക് പറയാവുന്ന, അത്ര നേരിട്ട് കണക്ഷൻ ഇല്ലെങ്കിലും നമുക്കതിൻ്റെ ഭാഗമാക്കി പറയാൻ പറ്റുന്ന വേറെ ഏതെങ്കിലും ആയത്തുകൾ. അപ്പോൾ ഇതിലെ കീവേഡ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു നോക്കി, ഇസ്തഖാമുന്നുണ്ട്, മലായിക്കത്തുണ്ട്, ഹൗഫ്, ഹുസ്ന് എന്നുള്ള പ്രയോഗങ്ങളുണ്ട്,
പിന്നെ ജന്നത്ത് ജന്നത്ത് അബ്ഷിറൂബിൽ ജന്നുണ്ട്. ഏതെങ്കിലും ആയത്ത് എവിടെന്നെങ്കിലും ആർക്കെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ആ ആ ഇതേ സാധനം തന്നെ അല്ലേ? ആ ആ അഹ്കാഫിൽ ഇതേ ആയത്ത് ചെറിയൊരു വ്യത്യാസത്തോടു കൂടി ആവർത്തിക്കുന്നുണ്ട് അല്ലേ? പിന്നെ അലൈഹ മലായികത്തുൻ ഗിലാദുൻ ഷിദാദുൻ ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അതെ അതെ, നരകവുമായി ബന്ധപ്പെട്ട് യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകുൻ നാറ വഖൂദുഹൻ നാസു വൽ ഹിജാറ. ഓക്കെ, പിന്നെ നമുക്ക് വന്നത് ഭയങ്കര സംഭവമാണ് ശരിക്കും. ഈ ലത്തീഫ്, രണ്ടാമത്തെ ലത്തീഫ് പറഞ്ഞു, പിന്നെ ബർക്കത്ത്. അതൊരായത്തല്ല, ഒരു സൂറത്തല്ല, ഒന്നുമല്ല. ഒരു ചെറിയ ഒരൊറ്റ പദം അല്ലെങ്കിൽ ഒരു ആയത്തിൻ്റെ ഒരു കഷ്ണം, അത് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നിലപാട്, നമ്മളുടെ ഒരു ഹിദായത്തിൻ്റെ വഴി, നമ്മൾ മുന്നിലുള്ള വെളിച്ചമായിട്ട് എങ്ങനെ മാറുന്നു എന്നുള്ളതൊക്കെ, ഇതൊന്നും എത്രയോ പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ള, എത്രയോ പ്രബന്ധങ്ങൾ വായിച്ചിട്ടുള്ള, എത്രയോ കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഞാൻ കേട്ടിട്ടില്ല, നമ്മളാരും കേട്ടിട്ടുണ്ടാവില്ല. ഇതാണ് ഈ കൂട്ടായ്മയുടെ തന്നെ ഒരു ബറക്കത്ത് എന്ന് ഞാൻ പറയുന്നത്. ഇത് നമുക്ക് നേരത്തെ ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ വേറെ അടുത്ത് പറഞ്ഞിട്ട് ഇതാരും മൈൻഡ് ചെയ്തിട്ടുണ്ടാവില്ല. ഇത് കുറേ സ്ഥലത്ത് ഇങ്ങനെ പറഞ്ഞു നോക്കിയിട്ടുണ്ടാവും, എന്താ ഓന് എന്തൊക്കെ പറയുന്നുണ്ടെന്നല്ലാതെ. പിന്നെ പക്ഷെ ഇവിടെ ഇന്ന് ഈ ഒരു സമയത്ത് നമ്മൾ പറഞ്ഞപ്പോൾ എത്ര പേര് കരഞ്ഞുന്ന്, എത്ര പേര് ഹൃദയം ഇന്ന് ശരിക്കും നമുക്കൊരു കുലുക്കുണ്ടായി. നമ്മളെ പരലോകത്തിനെ പറ്റി, നമ്മളെ മരണത്തിനെ പറ്റി നമ്മൾ എത്ര ഓരോ ആളുകൾ ഇവിടെ നിന്ന് പറയുമ്പോഴും ഏതെങ്കിലുമൊക്കെ ഒരായത്ത് നമ്മളെ പരലോകത്തേക്ക് കൊണ്ടുപോയി നമ്മളെ മരണത്തെ പറ്റി നമ്മളെ ഓർമ്മപ്പെടുത്തി. ബറക്കത്ത് എന്നുള്ളതിൻ്റെ ഒരു വലിയ വലിപ്പം, അത് തൗഹീദിൽ നിന്ന് തുടങ്ങി ജീവിതത്തിൻ്റെ ഓരോ രംഗത്തുണ്ടാകുന്ന നമ്മളുടെ ഒരു ജീവിത സമീപനത്തിൻ്റെ സംതൃപ്തിയുടെ ഒക്കെ ഒരു ഘടകമാണ്. ഈ ബറക്കത്താണ് വേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ മനുഷ്യർക്കിടയിലുള്ള ഈ നിരാശയോ അല്ലെങ്കിൽ ഈ ഗ്രീഡ് നമ്മൾ പറയില്ലേ, അത്യാർത്തിയോ, കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടാത്ത അവസ്ഥയോ ഒക്കെ ഇല്ലാതെയാവും. നമ്മളെപ്പോഴും ഒരു അളവിന്, എണ്ണത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരാണ്, ക്വാണ്ടിറ്റിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരാണ്. കുറേ ഉണ്ടാവണം എന്നാലേ കാര്യം ഉണ്ടാവുള്ളൂ എന്ന് ചിന്തിക്കുന്നവരാണ്. പക്ഷെ അല്ലാഹു തആല നമുക്ക് തരുന്ന നമ്മളുടെ സമയത്തിലോ നമ്മുടെ ആരോഗ്യത്തിലോ നമ്മുടെ അറിവിലോ നമ്മുടെ ബുദ്ധിയിലോ ഒക്കെ തരുന്ന ബറക്കത്ത് എന്നൊരു അംശം കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നന്മ ചെയ്യാൻ കഴിയുന്നത്, നമുക്ക് സംതൃപ്തകരമായി ജീവിക്കാൻ പറ്റുന്നത്, ആരോഗ്യത്തോടു കൂടിയുള്ള ഒരു മുന്നോട്ട് പോക്കുന്നുണ്ടാകുന്നത് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ മനുഷ്യർക്കിടയിലുള്ള പകയും പ്രതികാര നടപടികളും വിദ്വേഷവും പരസ്പരമുള്ള കിടമത്സരങ്ങളൊക്കെ അവസാനിക്കും. അവൻ്റെതിൽ നിന്ന് എടുത്തിട്ടല്ല എനിക്ക് തരുന്നത് അള്ളാഹുവിൻ്റെ വിശാലമായ ഖജനാവിൽ നിന്നാണ്. അവന് കൊടുക്കുന്നത് അള്ളാഹുവിൻ്റെ ഖജനാവുകളിൽ നിന്നാണ്. ഞാൻ അതിനെക്കുറിച്ച് ഞാൻ ഇതാകേണ്ടതില്ല, എനിക്ക് എത്ര കിട്ടുന്നു എന്നുള്ളതല്ല, കിട്ടുന്നതിൽ ബറക്കത്തുണ്ടാവുക എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക്. ഇപ്പോൾ റസൂലിൻ്റെ ഒക്കെ ഒരു ഹദീസിൽ അല്ലാഹുമ്മ അസ്അലുക റിളാ ഇൻദൽ ഖലാ വബഅദൽ ഖലാ എന്നൊക്കെ ഉണ്ട്. കലായിന് ശേഷം, അള്ളാഹു നിന്റെ കലാവ് വന്നതിൻ്റെ ശേഷം എനിക്ക് നീ തൃപ്തി, അതിലുള്ള സംതൃപ്തി തരണം എന്നൊക്കെയുള്ള ചില പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ സാധിക്കും. തബാറക്ക എന്നുള്ള ഒരൊറ്റ, എത്ര സ്ഥലത്താണ് ഖുർആനിൽ, എത്ര സൂറത്തുകളാണ് ഈ തബാറക്ക എന്ന് പറഞ്ഞ് തുടങ്ങുന്നത്. അതിൻ്റെ അതോറിറ്റി എന്ന് പറയുന്നത് അള്ളാഹ് മാത്രമാണ്, അത് വേറെ ആർക്കും അതില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് നമ്മളുടെ ഒരു ദീനിൻ്റെ ഹിദായത്തിൻ്റെ പ്രയാണം ആരംഭിക്കുന്നത്. അത് തുടങ്ങിയിട്ട് നമ്മളെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും നമ്മൾ എത്ര ഇല്ലായ്മ വരുമ്പോഴും, എത്ര പ്രയാസം അനുഭവിക്കുമ്പോഴും, എന്തെല്ലാം ക്ലേശങ്ങൾ ഉണ്ടാകുമ്പോഴും ഈ ബറക്കത്ത് എന്നുള്ള ഒരു വലിയ സംഭവമാണത്. അതേപോലെ നമ്മൾ സൂറത്തു ദാരിയാത്തിൽ ഫവറബ്ബി സമാവാതി വൽ അർളി ഇന്നഹു ലഹഖുൻ മിസ്ല മാ അന്നകും തൻതിഖൂൻ, അതിൻ്റെ ആ ഒരു ഫിയൽ മുളാരിൻ്റെ ഒരു തലത്തിൽ നിന്നിട്ടാണ് സംസാരം ഉണ്ടായത്. അത് മാത്രം ആയിക്കൊള്ളണമെന്നൊന്നുമില്ല, അതൊരു നല്ലൊരു വളരെ ഇന്നോവേറ്റീവായിട്ടുള്ളൊരു സംഭവമാണ്. ഖുർആൻ എന്ന് പറയുന്നത്
ഇത് പുറത്തേക്ക് പോയാൽ ചിലപ്പോൾ ഭയങ്കര പ്രശ്നമാവും. ഖുർആൻ എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ ഖുർആനാണ്. എൻ്റെ ഖുർആനല്ല നിങ്ങളെ ഖുർആൻ, നിങ്ങളെ ഖുർആൻ ആയിരിക്കണമെന്നില്ല എൻ്റെ ഖുർആൻ. അത് നമ്മുടെയൊക്കെ ബുദ്ധി, അറിവ്, ചിന്ത, നമ്മളുടെ ഈമാന്, നമ്മളെ അള്ളാഹുമായുള്ള ബന്ധം, നമ്മുടെ ജീവിതാനുഭവങ്ങൾ, ഇതിൽ നിന്നാണ് നമുക്ക് പലതും ഖുർആനിൽ കിട്ടുക. ഇത് വേറൊരാൾ അതേ ആയത്ത് ഓതിയോണ്ട് ചിലപ്പോൾ അയാൾക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. ഇത് ചിലപ്പോൾ വേറെ ആളെ നമുക്ക് ബോധ്യപ്പെടുത്താൻ പറ്റിക്കൊള്ളണമെന്നില്ല, ഉണ്ടാവില്ല. അത് ഒരു നമ്മളുടെ ഖണ്ഡിതമായ സ്ഥാപിതമായ ദീനീ വിശ്വാസങ്ങൾക്ക്, ദീനീ നിലപാടുകൾക്ക്, അഹ്ലുസുന്നയിലെ പണ്ഡിതന്മാരുടെ സമീപനങ്ങൾക്ക് നേരിട്ട് എതിർക്കുന്ന കാര്യമല്ലെങ്കിൽ അങ്ങനെ നമ്മൾ വിശ്വസിക്കുന്നതിനോ പഠിക്കുന്നതിനോ മനസ്സിലാക്കുന്നതിനോ ഒരു തടസ്സമല്ല. നമ്മുടെ ബുദ്ധി കൊണ്ട്, നമ്മുടെ അറിവ് കൊണ്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ആയത്തിൽ നിന്ന് ഒരു തവണ മനസ്സിലായതല്ല അടുത്ത തവണ നമ്മൾ അതേ ആയത്ത് ഓതുമ്പോൾ നമുക്ക് മനസ്സിലാവുക. ഇങ്ങനെയുള്ള ഓരോ തവണയും ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തങ്ങളായ വായനാനുഭവങ്ങളോ തദബ്ബുർ അനുഭവങ്ങളോ ഗവേഷണ അനുഭവങ്ങളോ ജീവിതാനുഭവങ്ങളോ സമ്മാനിക്കുന്ന ഒരു വലിയ ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു എന്താ പറയുക സങ്കേതമാണ് ഖുർആൻ. അപ്പം അവിടെ അപ്പം എനിക്ക് ആയത്ത് ഓതുമ്പോൾ തോന്നണമെന്ന് വെച്ചാൽ മുസ്ലിമ അന്നക്കും തൻതിക്കുൻ, അത് മനുഷ്യരെ നിങ്ങൾ സംസാരിക്കുന്നു. ഇത് മനുഷ്യർക്ക്, മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് മനുഷ്യർക്ക് മാത്രമുള്ള ഒരു ശേഷിയാണ് ഈ ആശയവിനിമയം എന്ന് പറയുന്നത്. അത് മറ്റുള്ളവർക്കൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കുന്നു, അതൊരു സത്യമാണ്. മൃഗങ്ങൾക്കോ നാൽക്കാലികൾക്കോ ഒന്നും സാധിക്കാതെ മനുഷ്യർക്ക് കാര്യങ്ങൾ സംസാരിച്ച് വിവേചിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കഴിയുന്നു എന്നതുപോലെ തന്നെയാണ്, ഇത് സത്യമാണ് ഇത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ഭാഷ ഉപയോഗിച്ച്, നമ്മൾ ഇന്ന് കാണുന്ന ലിപികൾ ഉപയോഗിച്ച് സംസാരിക്കുക എന്നുള്ളത് മനുഷ്യന് മാത്രം പറ്റുന്നൊരു കാര്യമാണ്. അതിന് വേണമെങ്കിൽ ഖുർആനിൽ തന്നെ നമുക്ക് തെളിവ് പറയാൻ പറ്റും. നിങ്ങൾക്ക് ആർക്കെങ്കിലും കമ്മ്യൂണിക്കേഷൻ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നത് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ ഒരു വലിയ തെളിവ്. അല്ലമഹു അൽ ബയാൻ, അതായത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളതാണ് അല്ലെ. ബയാൻ എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് അത് ഞാൻ പറഞ്ഞു, അത് നിങ്ങൾ അതേപോലെ മനസ്സിലായി. അവിടെയാണ് അത് റിസീവറും സെൻഡറും അതിൻ്റെ ഇടയിലുള്ള മെസ്സേജും ഇതെല്ലാം ഒരേ റൂട്ടിൽ പോകുമ്പോഴാണ് ഒരു കമ്മ്യൂണിക്കേഷൻ സക്സസ്ഫുള്ളായി നടക്കുക. ആ കമ്മ്യൂണിക്കേഷൻ അള്ളാഹു നമുക്ക് നൽകി എന്നുള്ളത് പോലെ സത്യമാണ്. അപ്പോൾ ഈ പറഞ്ഞ ഈ മുലാരി എന്നുള്ളൊരു സംഗതി വളരെ, ഞാൻ അതിനെ എതിർത്തിട്ടില്ല. അതും എന്താ പറയുക, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് നമ്മൾ നേരത്തെ സംസാരിച്ചതിനെ പറ്റി നമുക്ക് ഉറപ്പുണ്ടാവില്ല, ഇനി സംസാരിക്കാൻ പോണതിനെ പറ്റി ഉറപ്പുണ്ടാവില്ല. പക്ഷെ ഇപ്പം നമ്മൾ രണ്ടാളും സംസാരിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണല്ലോ, എന്നതുപോലെ ഉറപ്പാണ് എന്ന് ചിന്തിക്കുന്നതും ഞാൻ പറയില്ല, ഓരോരുത്തരുടെയും നമ്മുടെയൊക്കെ ഒരു താല്പര്യം തന്നെയാണ്, അതിൽ പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മൾ താഴോട്ട് പോകുമ്പോൾ റബ്ബി ബിമ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ, ഈ ഫഖീറാണ് നമ്മളിന്ന് തിരിച്ചറിയലാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ റിയലൈസേഷൻ. പഠിച്ചോൻ തന്നെ വേറെ സൂറത്തിൽ എന്താ പറയണേ? അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു അൽ ഗനിയുൽ ഹമീദ്. ഇത് അള്ളാനെ കണക്ട് ചെയ്ത് പറയുമ്പോൾ എല്ലാവരും ഫക്കീറാണ് എന്നത് പോലെ തന്നെയാണ് എല്ലാവരും ഫക്കീറാണ്, ഫക്കീറായിട്ട് തുടങ്ങിയവരാണ്. ഫക്കീറിലേക്ക് മടങ്ങാൻ അല്ലെങ്കിൽ മടക്കാൻ അള്ളാഹ്ക്ക് വലിയ പണിയൊന്നും ഉണ്ടാവില്ല. ഒരു കിഡ്നി മാറ്റി വെക്കേണ്ട ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ കേസ് വേണ്ടി വരില്ല ചിലപ്പോൾ. അപ്പോൾ ഈ ഒരു ഏറ്റവും നമ്മുടെ ഇങ്ങനെ പോകുമ്പോൾ അള്ളാഹ് പറയണ്ടേ, നീ ഫക്കീറായിരുന്നില്ലേ, എന്നിട്ട് നിനക്ക് എവിടെയാണ് വജദക ആയിലൻ ഫഅഗ്ന. ആയിൽ എന്ന് പറഞ്ഞാൽ ഈ ഫക്കീറിൻ്റെ വേറൊരു സമാനമായിട്ടുള്ളൊരു പദമാണ്. ഇങ്ങനെ അതെ. അപ്പോൾ ഹജ്ജിൻ്റെ ഒക്കെ ഒരു സമയത്ത് നമുക്ക് കുറച്ചും കൂടി അത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഹജ്ജിൻ്റെ ഒരു ഇഹ്റാമിൻ്റെ ഒരു വസ്ത്രം എന്നൊക്കെ പറയുന്നത് ശരിക്ക് എല്ലാവരും ഒരു അടിസ്ഥാനപരമായ ഒരു അവസ്ഥയിലേക്ക് തിരിച്ചു പോകുക എന്നുള്ളതാണ്. മനുഷ്യർക്കിടയിൽ ഒരു കെഫൻ അല്ലെങ്കിൽ മരിച്ചു പോകുന്നതിൻ്റെയോ അല്ലെങ്കിൽ മനുഷ്യൻ തുടങ്ങിയതിൽ തന്നെ തിരിച്ചെത്തുക എന്നുള്ളതിൻ്റെയൊക്കെ ഒരു സിമ്പിളായിട്ടാണ് ഇപ്പോൾ ഇഹ്റാമിനെ നമ്മൾ കാണുന്നത്.
നമ്മളെ ജീവിതത്തിൽ ഏറ്റവും കുടുങ്ങുന്ന സമയത്ത് അവിടെ നമുക്ക് പിന്നെ ഇങ്ങനെ തോന്നാൻ പറ്റുക, അല്ലെങ്കിൽ ഇങ്ങനത്തെ ആയത്തുകൾ തോന്നുക, അതിനെ പഠിച്ചവൻ ആ സമയത്ത് നമ്മളെ സഹായിക്കുക പിന്നെ എന്നൊക്കെ പറയുന്നൊരവസ്ഥ ഇതിൽ കടന്നു വരുന്നുണ്ട്. പിന്നെ മൂസാ നബിക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടിയെന്നുണ്ട്. ഇനി ഇത് നമ്മൾ ഓതിയിട്ട് പെട്ടെന്ന് ഉത്തരം കിട്ടണമെന്നൊന്നും പറയാനും പറ്റില്ല. ചിലപ്പോൾ കിട്ടിയതും വരും. കാരണം അതൊക്കെ അള്ളാൻ്റെ ഹിക്മത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. കാരണം നമുക്ക് ആത്യന്തികമായിട്ട് എന്താണോ നല്ലത് അത് നമുക്ക് തരിക എന്നുള്ളതാണ് പിന്നെ അള്ളാൻ്റെ ഒരു 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 ശൈലി. നമ്മളെ ഒരു ആഗ്രഹമോ അല്ലെങ്കിൽ നമ്മുടെ അന്നേരത്തെ ഒരു വികാരമോ ഒന്നും ആയിരിക്കില്ല. നമ്മൾ തന്നെ ചിലപ്പോൾ തോന്നും അന്ന് കിട്ടാതിരുന്നത് നന്നായിന്ന്. അപ്പോൾ അതൊക്കെ പഠിച്ചവൻ്റെ അടുത്തുള്ള സംഗതിയാണ്. പക്ഷേ ഒരു ചോദ്യവും അള്ളാഹിനോടുള്ള ഒരു അർത്ഥനയും അള്ളാഹിനോടുള്ള ഒരു പ്രാർത്ഥനയും അത് വൃഥാവിലാവുകയില്ല. 3 കാര്യങ്ങൾ അതുകൊണ്ട് കിട്ടിയിട്ടില്ലാതെ എന്നും നമുക്കറിയാം. 1, ആ പ്രാർത്ഥനയ്ക്ക് നേരിട്ടുള്ള ഉത്തരമാണ്. 2, അതിന് സമാനമായി അല്ലെങ്കിൽ അത് കാരണമായി നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്നൊരു വിപത്തിന് അള്ളാഹു തടയുന്നുള്ളതാണ്. 3-മത്തത് ഈ സാധനം തന്നെ ഇവിടെയോ പരലോകത്തോ അതിൻ്റെ ഏറ്റവും ഉചിതമായ സമയത്ത് ഉചിതമായ അളവിൽ അള്ളാഹു നമുക്ക് തരുന്നുള്ളതാണ്. അതെ, അതാണ് ഒന്നാമത് ഞാൻ പറഞ്ഞത്. പ്രാർത്ഥന എന്നുള്ളതിനൊരു ഇബാദത്താണ്. അത് മാത്രം തന്നെ ഒരു പ്രതിഫലം കിട്ടുന്ന ഒരു പരിപാടിയാണ്. അതിൽ തന്നെ രസകരമായിട്ടുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പ്രാർത്ഥിക്കാൻ തോന്നണില്ലെങ്കിൽ, പ്രാർത്ഥന വരുന്നില്ലെങ്കിൽ അതിനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കണം എന്നാണ്. പ്രാർത്ഥിക്കാനുള്ള ഒരു പടച്ചവനെ നമുക്ക് ആവശ്യമുണ്ടെന്ന് തോന്നണ ഒരു മനസ്സിലേക്ക് നമ്മൾ പാകപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ്. ഞാൻ പറയണ തലങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ റബ്ബി റഹ്മഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന് പറയുന്നതിൻ്റെ മറുവശമാണ്. അതിപ്പോൾ ഒരു പാരൻ്റ് എന്നുള്ളവർക്ക് നമ്മളങ്ങനെ ചിന്തിക്കണതിൽ കുഴപ്പമൊന്നുമില്ല, നല്ല സംഭവമാണ്. പക്ഷെ നമ്മളെ ഇതിൽ ആണ്. പക്ഷേ ഇനിയിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല എന്ന് വെക്കുക നിങ്ങളെ. അപ്പം ഒരു വസ്തുവും ചെയ്യാത്ത, തിരിഞ്ഞു നോക്കാത്ത മാതാപിതാക്കളാണെന്ന് കൂട്ടിക്കൊള്ളേ. എന്നാൽ തന്നെ അവരോട് നമ്മൾ തിരിച്ച് ചെയ്യേണ്ട സംഗതിക്ക് കയ്യും കണക്കുണ്ടാവില്ല. അത് നമ്മളൊന്നും ചെയ്യേണ്ട, പാരൻറ്റിങ് നടന്നിട്ടില്ല, ഭക്ഷണം തന്നിട്ടില്ല, ദീൻ പഠിപ്പിച്ചിട്ടില്ല, തെർബിയത്തില്ല, ഒക്കെയാണ്. പക്ഷെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ ഉള്ള ഒരു ഇസ്ലാം അനുസരിച്ചോ അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാനോ ചോദ്യം ചെയ്യാനോ ഒക്കെയുള്ള അവസ്ഥയിൽ നമ്മൾ ഇന്നാകുന്നതിൻ്റെ പിന്നിൽ അവരാണ്. നമ്മളെ ഉദരത്തിൽ ചുമന്നത് അവരാണ്. നമ്മുടെ ജന്മത്തിന് കാരണം അവരാണ്. മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ തലകുനിക്കാതിരിക്കാൻ നമുക്കൊരു പേര് വേണമായിരുന്നു. ആ പേര് വരാണ്. നമുക്ക് അപേക്ഷാ ഫോമിൽ പൂരിപ്പിക്കാൻ ആ കോളത്തിൽ ഒരു പേരെങ്കിലുമായിട്ട് അവരുണ്ടെങ്കിൽ അതില്ലാത്തവർക്ക് അതിൻ്റെ വിഷമം അല്ലെങ്കിൽ അതിൻ്റെ പ്രയാസം മനസ്സിലാവും. അപ്പോൾ ഏറ്റവും ചെറിയ അല്ലെങ്കിൽ ഏറ്റവും നമ്മൾ എന്താ പറയുക, ഒന്നും ചെയ്യാത്ത രക്ഷിതാവാണെങ്കിൽ പോലും, മാതാപിതാക്കളാണെങ്കിൽ പോലും അവരോട് നമ്മൾ ചെയ്യാനുള്ളതിന് കയ്യും കണക്കില്ല എന്നുള്ളതാണ് എൻ്റെ നിലപാട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിലൊരു സംഭവം ഉണ്ടല്ലോ. പിന്നെ ഒരു സഹാബി ഇങ്ങനെ ഉമ്മാനെ തോളിലേറ്റി വന്നിട്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതന്നെ അങ്ങനെയാണ്. പിന്നെ മൊത്തം തവാഫ് മൊത്തം ചെയ്തു, ഉംറ ചെയ്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അൽ അദ്ദൈത്തു ഹക്കഹ, ഇപ്പം ഞാൻ എൻ്റെ ഉമ്മാനോടുള്ള കടമ നിർവഹിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ ലാ എന്നാ പറഞ്ഞത്. ഉമ്മ നിനക്ക് വേണ്ടി സഹിച്ച ഒരു നെടുവീർപ്പിൻ്റെ, ഒരു നിശ്വാസത്തിൻ്റെ പകരം പോലും നീ ഇപ്പോഴും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞത്. അത് വേറൊരു വിഷയമാണ്. ശരിക്കും ഞാൻ പലപ്പോഴും ചിന്തിക്കാറുള്ള വിഷയം, മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട കാര്യം വരുമ്പോൾ അവരും നമ്മളും തമ്മിൽ, അതുകൊണ്ടാണ് അവരും മാതാപിതാക്കളായത് നമ്മൾ മക്കളായതെന്ന് എനിക്ക് തോന്നാറുണ്ട്. 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുള്ള വ്യത്യാസമാണ്. ഒന്ന്, നമുക്ക് വേണ്ടി ചെയ്തതിൻ്റെ കണക്ക് അവരുടെ അടുത്ത് ഉണ്ടാവില്ല എന്നുള്ളതാണ്. നമ്മളുടെ അടുത്ത് ഉണ്ടാവും എന്നുള്ളത് അല്ലേ. പ്രാവശ്യം ഹോസ്പിറ്റലിൽ ഞാനാണ് ബില്ല് കൊടുത്തത് എന്ന് നമ്മൾ ഇങ്ങനെ വരും. പക്ഷെ അവർക്ക് അത് ഉണ്ടാവില്ല. 2-മത്തെ വിഷയം എന്താ വെച്ചാൽ, നമ്മൾ അധികകാലമൊന്നും ചെയ്യേണ്ടി വരില്ല എന്നുള്ളതാണ്. കുറച്ച് കാലം കൂടിയല്ലുള്ളൂ, അതുവരെ നമ്മളങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് നമ്മളെ മനസ്സിലുണ്ടാകുക. അങ്ങനെയല്ല ചിന്തിച്ച്.
ഓലതെന്ന് വെച്ചാൽ നമ്മൾ കുറേ കാലം അവരുടെ കാലശേഷവും നമ്മൾ നിലനിൽക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അവർ നമുക്ക് ചെയ്തു തന്നത്. ആ വിഷയം പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. വഫീദ് അലിക ഫലിയത്തനാഫസിൽ മുത്തനാഫിസുൻ. മത്സരം എന്നുള്ളത് മനുഷ്യൻ്റെ ഒരു അടിസ്ഥാന പ്രകൃതിയാണ്. അത് നമുക്ക് മാറ്റിവെക്കാൻ പറ്റും. മത്സരിക്കാതിരിക്കാൻ കഴിയില്ല, മത്സരിക്കേണ്ടി വരും. അത് നമ്മളെ ജീനിൽപ്പെട്ടതാണ്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഫിത്രത്തിൽപ്പെട്ടതാണ് ഈ മത്സരം എന്നുള്ളത്. ആ മത്സരത്തിന് അള്ളാഹു താല ഡൈവേർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ മത്സരത്തിന് അള്ളാഹു താല നിശ്ചയിക്കുന്നത് നിങ്ങൾ ദീനിൻ്റെ കാര്യത്തിൽ തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ട്, അങ്ങനെ ഒറ്റക്കണ്ട് വിട്ടാൽ ശരിയാവില്ല, ഞാനും തഹജ്ജുദ് നിസ്കരിക്കും അല്ലേ, സുബഹിക്ക് പള്ളിക്ക് കൊണ്ടുവന്നാൽ ഞാനും പള്ളിയിൽ പോകും, നേരത്തെ പള്ളിയിൽ പോകണ്ടെന്നാൽ ഞാൻ 5 മിനിറ്റ് മുമ്പ് പോകും. ഇങ്ങനെ നമ്മൾ നന്മയുടെ കാര്യത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊരു മത്സര ബുദ്ധി ഉണ്ടാവുക എന്ന് പറയുന്ന സ്വർഗത്തിലേക്ക് എത്താൻ വേണ്ടി ഉണ്ടാകുന്നൊരവസ്ഥ, അതിന് സമാനമായ ആയത്തുകൾ സാരിയു ഇലാ മഗ്ഫിറത്തി മിർ റബ്ബിക്കും സാബിഖു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ നമുക്ക് കാണാം. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. ഈ 2 സ്ഥലത്താണ് അല്ലാഹു തആല ഇത് പറയുന്നതും വിശ്വാസികളോടാണ് പറയുന്നത്. ഇത്തഖുല്ലാ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്, ഇത്തഖുല്ലാ എന്ന് പറഞ്ഞിട്ടാണ് അത് അവസാനിപ്പിക്കുന്നത്. ഈ നാളെ എന്ന് പറയുന്നത് നാളല്ല, ശരിക്ക് നാളെ എന്നുള്ളത് നെക്സ്റ്റ് മൊമെൻ്റാണ്. അത് നമ്മൾ എന്നാണോ നമ്മുടെ റൂഹ് തിരിച്ചു കൊടുക്കേണ്ടി വരുന്നത്, എന്നാണോ നമ്മളുടെ ജീവിതം അവസാനിക്കുന്നത്, അന്ന് മുതൽ നമ്മുടെ നാളെയാണ്. അതിനുവേണ്ടി നമ്മൾ എന്ത് ഒരുക്കി വെച്ചിട്ടുള്ളതാണ്. ഈ കദ്ദമത്ത് വെച്ചിട്ട് വേറെ ഏതെങ്കിലും ആയത്ത് ഓർമ്മ? യൗമയൻദുറുൽ മർഉ മാ ഖദ്ദമത് യദാഹു വയഖൂൽ കാഫിറു യാ ലൈതനി കുൻതു തുറാബ. അലിമത്ത് നഫ്സുൻ മാ ഖദ്ദമത് വ അഖറത്. ഇങ്ങനെ ഈ ഖുർആനിൻ്റെ ഒരു പ്രത്യേകത, അൽ ഖുർആൻ യുഫസ്സിറു ബഅ്ദുഹു ബഅ്ദാ എന്നാണ്. ഖുർആൻ തന്നെ ഖുർആനിനെ, ഒരായത്തിനെ വേറൊരായത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വിശദീകരിക്കും. അപ്പം അങ്ങനെ തന്നെ നമ്മളിങ്ങനെ പഠിച്ചു പോയി കഴിഞ്ഞാൽ ഒരായത്തിൽ നിന്ന് തന്നെ സമാനമായ, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന, അതിനെ കൂട്ടിച്ചേർക്കുന്ന, അതിലേക്ക് വിശദീകരണം നൽകുന്ന വേറെ കുറേ ആയത്തുകൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. അതിന് പുറമെ റസൂലുള്ളാഹിൻ്റെ ഹദീസുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വിഷയത്തിൽ കിട്ടും. ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ. ഇതിനോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന എനിക്ക് തോന്നണത് ഒരു ഖരീബ് എന്ന് പറഞ്ഞൊരു പദമായിരിക്കും. മനുഷ്യർ അത് ദൂരെ കാണുന്നു, പക്ഷേ അള്ളാഹു അത് അടുത്ത് കാണുന്നു. ഇന്നഹും യറൗനഹു ബഈദൻ വനറാഹു. ഈ നമ്മളിപ്പോൾ ഒരു അപകടം ഉണ്ടായി, ഇപ്പം വാൽപ്പാറയിൽ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് 8 പേര്, പാങ് സ്കൂളിലെ 8, 10, 16 പേര് മരിച്ചു. മരിച്ചതാണ് ഇന്ന് വൈകുന്നേരം. ടൂർ പോയത്, കുടുംബസമേത സ്റ്റാഫ് ടൂർ പോയത്, ഫാമിലി ടൂർ എന്ന് പറയുമ്പോൾ അത് എവിടെയോ ആണ്, ആരൊക്കെയോ ആണ്. ഇത് ആ പാങ് സ്കൂളിൽ മരണപ്പെട്ട ഈ 16 പേർക്കോ 10 പേർക്കോ അവർക്ക് ചിലപ്പോൾ അവരുടെ ഈമാനും തൗഹീദും പടച്ചവൻ്റെ അടുത്തും ഒക്കെ ആണെങ്കിൽ അവർ രക്ഷപ്പെട്ടതാണ്. അവരിനി ജീവിതത്തിൽ അവരുടെ കഷ്ടപ്പാടുകൾക്ക്, അവരുടെ അധ്വാനങ്ങൾക്ക്, ക്ലേശങ്ങൾക്കൊക്കെ വിരാമം കുറിച്ചിട്ട് അവർ റാഹത്തുള്ളൊരവസ്ഥയിലേക്കാണ് പോണത്. യസ്തരീഹു മിൻ തഅബ്ബിദ് ദുനിയാ വ അദാബിഹ എന്ന് പറയുന്ന ഒരു ഹദീസ് കാണാം. മുസ്തരീഹുൻ വ മുസ്തറാഹുൻ, ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്ന ഒരു തവണ. വിശ്വാസി മരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര റാഹത്താണ്. അതിങ്ങനെ നീട്ടിയെക്കരുത്, നിങ്ങളെ വെറുതെ മരിച്ചത് ഇങ്ങനെ നീട്ടിയെക്കരുത്. അതിങ്ങനെ അവിടുന്ന് കൊണ്ടുവരാൻ ഇങ്ങോട്ട്, ഇവിടുന്ന് കൊണ്ടുവരാൻ അങ്ങോട്ട്, അതിനായിട്ട് കുറേ KMCC അങ്ങനത്തെ പണിക്ക് നിർത്തണം. മരിച്ചെടുത്ത് എത്രയും പെട്ടെന്ന് അവർക്ക് സ്വർഗത്തേക്ക് പോകാനുള്ള വഴി തടസ്സപ്പെടുത്തുന്ന എന്തിനാണ് നമ്മളെ? ഞാൻ സ്ഥലം മാറിപ്പോയത്, തെറ്റിൻ്റെ അടുത്താണ്. എൻ്റെ മാത്രം തെറ്റാണ്, സ്ഥലം മാറിപ്പോയതാണ് ഞാൻ.
അല്ല, നല്ല നല്ല ചിന്തയാണ്. നമ്മൾ അതിൽ പ്രശ്നമൊന്നുമില്ല. ഉത്തരമില്ലാതെ കഴിഞ്ഞാൽ നമ്മൾ കൊഞ്ഞനം കുത്തെന്ന് കേട്ടിട്ടില്ലേ? ആ പരിപാടിയിൽ ഇപ്പോൾ ഞാൻ ചെയ്തത്. പിന്നെ പെട്ടെന്ന് നമ്മൾ ആളുകളെ ഫ്രീ ആക്കുക. ഇത് മരിച്ച ആളും ഫ്രീ ആവും, അവരെ ബന്ധുക്കളും ഫ്രീ ആവും. മറ്റേ ഇതിങ്ങനെ ഒരു മരിച്ച ആൾക്ക് ചിലപ്പോൾ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല, അയാൾക്കവിടെ അനങ്ങാതെ കിടന്നാൽ മതി. ഈ ബന്ധുക്കള് ഇത് അവർക്ക് അതിൽ നിന്ന് റിലീഫ് കിട്ടണില്ല. 3 ദിവസമാണ് അതിൻ്റെ ഒരു മനഃശാസ്ത്രപരമായ ഇസ്ലാമികമായിട്ടുള്ള സമയം. ആ 3 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളിങ്ങനെ കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ, ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ, പിന്നെ അവർക്ക് തിരിച്ചു വരാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. റിക്കവർ ചെയ്യാൻ ഈ 3 ദിവസത്തിനപ്പുറം ഇരുന്നാൽ പിന്നെ റിക്കവറിങ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് 3 ദിവസം കൊണ്ട് നിർത്തി നമ്മൾ നോർമൽ ലൈഫിലേക്ക് പോകണമെന്ന് പറയുന്നതിൻ്റെ ഒരു സത്യ റിയാലിറ്റി അതാണ്. പിന്നെ നമുക്ക് അതിൽ നിന്ന് കഴിയില്ല. പിന്നെ ആൾക്കാർ ജോലിക്കൊന്നും പോവാതെ, കടന്നും തുറക്കാതെ, പിന്നെ ആ ഒരു ഹമ്മ തന്നെ അങ്ങനെ നിൽക്കും. അതൊന്നും പ്രോത്സാഹിപ്പിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. അത് നമ്മൾ തന്നെ വസിയത്ത് ചെയ്ത് വെക്കണം. വീട്ടുകാരും ബന്ധുക്കളും തീരുമാനിച്ചാൽ മതി. അത് കൊണ്ടുവരുന്നവർക്ക് അവിടെ നിന്ന് വലിയ ആവശ്യം ഉണ്ടായിട്ടൊന്നുമല്ല, നമ്മൾ നിർബന്ധം പിടിച്ചിട്ടാണ്. അത് നമ്മൾ എവിടെയാണോ മരിക്കണത് അവിടെ തൗഹീദിൻ്റെ ആളുകൾ നിസ്കരിക്കാൻ വേണ്ടി ഉണ്ടെങ്കിൽ അവിടുന്ന് നിസ്കരിക്കാനുള്ള ഒരു സംവിധാനം നടക്കുക. അത് ആ കുടുംബത്തിന്, ആ കുട്ടികൾക്ക് അയാളിൽ നിന്ന് കിട്ടേണ്ട, അല്ലെങ്കിൽ അയാളെ കൊണ്ട് കിട്ടേണ്ട ഒരു അയാൾ എന്തായാലും പോയി, ഇനി അവർക്ക് ജീവിക്കാനുള്ള കുറച്ച് പൈസ ഉണ്ടാവും. അതും കൂടി നമ്മളിങ്ങനെ ഇതിൻ്റെ പേരിൽ ചിലവാക്കുക, അല്ലെങ്കിൽ വേറെ കുറേ സാധുക്കളെ പൈസ ഉണ്ടാക്കി പിരിച്ചിട്ട് ഇത് ചിലവാക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര പ്രയാസമുള്ള സംഭവമാണ്. നമ്മൾ അതിനൊക്കെ നമുക്കതിലൊന്നും ഒരു തീരുമാനം എടുക്കാനും മാറ്റം വരുത്താനും മാതൃക കാണിക്കാനും കഴിയണില്ലെങ്കിൽ ആർക്കാണ് കഴിയുക എന്നുള്ളതാണ്. ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ. അല്ല, നമ്മൾ എവിടെ വെച്ചാണ് മരിക്കേണ്ടത് പടച്ചവൻ തീരുമാനിക്കുക, അവിടെ വെച്ച് തന്നെ കാര്യങ്ങൾ നടക്കുക. അതിൽ നമ്മൾ അവസാനം കണ്ടത്, പോകുമ്പോൾ കണ്ടത് അവസാനത്തെ കാണലായിട്ട് കണക്കാക്കുക എന്നതല്ലാതെ ഈ കാണുന്നതിന് വലിയൊരു പ്രാധാന്യം അമിതമായിട്ട് കൊടുത്തിട്ട് നിസ്കാരത്തിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും ഒരുപാട് എന്തെല്ലാം ഇടങ്ങേറും ആ മനുഷ്യനെ പിന്നെ ചെയ്തിട്ടാണ് ഒരു എംബാം ചെയ്യേണ്ടി വരുന്നത്. അതിൻ്റെ പ്രൊസീജിയർ മാത്രം ഒന്ന് പഠിച്ചു നോക്കിയാൽ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് പറയാൻ തോന്നൂല. അത്രമാത്രം മനുഷ്യനെ അതാപാക്കുന്നുണ്ട് ഇങ്ങോട്ട് ഒരു കേടുകൂടാതെ എത്തണമെങ്കിൽ. ഈ ആയത്തിൽ ഇപ്രാവശ്യം ഞാൻ അംബിയ ഓതിയപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് കുറേ സാധനങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ഈ ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും, അത് വളരെ അടുത്തിങ്ങനെ നിൽക്കണേ എന്നുള്ളൊരു സംഭവം ഇതിനകത്തുണ്ട്. പക്ഷെ മനുഷ്യരൊക്കെ അശ്രദ്ധയിലാണ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. പക്ഷെ മൂന്നാമത്തെ ഒരു തലം എന്ന് വെച്ചാൽ, ഈ അശ്രദ്ധ കാരണം അവർ ഇതിൽ നിന്നൊക്കെ പിന്തിരിഞ്ഞ് ഇതൊന്നും ശ്രദ്ധിക്കാതെ നടക്കുകയാണെന്നുള്ളൊരു ഇറാൾ എന്ന് പറയുന്ന മുഅ്രിദൂൻ എന്ന് പറയുന്ന ഒരു തലം കൂടി ഇതിൽ വരുന്നുണ്ട്. അശ്രദ്ധമായി ജീവിക്കുക എന്നല്ല പറഞ്ഞേ, അവർ അശ്രദ്ധമായിട്ട് അതിൽ നിന്നൊക്കെ ഒരു മൈൻഡും കൊടുക്കാതെ, അതൊന്നും ഒരു ശ്രദ്ധയും കൊടുക്കാതെ പിന്തിരിഞ്ഞ് കളയുകയാണ് എന്ന് പറയുന്നൊരു തലം കൂടി അതിലുണ്ട്. ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്തു വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. പിന്നെ ലുക്മാനിലെ ദുആകൾ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക ചെയ്തത്. ഏതെങ്കിലും ദുആ പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ദുആകൾ പറയാൻ പറ്റുമോ? അല്ല, അങ്ങനെ നമ്മൾ ഒരു ദുആ ഖുർആനിൽ നിന്ന് നമ്മൾ പഠിക്കുന്നു. ഓക്കെ, ഖുർആനിൽ നിന്നൊരു ദുആ പഠിക്കുന്നു, പിന്നെ ആ ദുആ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സ്ഥിരമായി കൊണ്ടു നടക്കുന്നു എന്ന് പറയുന്നത് ഭയങ്കരമായൊരു ക്വാളിറ്റിയാണ്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ഖുർആനിൽ വാരിതായി വന്ന ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പതിവായി മാറുന്നു. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പടച്ചവനോട് ചോദിക്കൽ മാത്രമല്ലല്ലോ. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് അതിനനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്യണത്. നമ്മളൊരു കാര്യം അള്ളാഹിനോട് ചോദിക്കുക എന്ന് പറഞ്ഞു, അള്ളാഹു എനിക്ക് ആഫിയത്ത് തരണത് ഞാൻ ചോദിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ആ ആഫിയത്തിനനുസരിച്ച് ജീവിക്കാൻ ഞാൻ സന്നദ്ധനാണെന്ന് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അള്ളാഹു എന്നെ മടിയിൽ നിന്ന് ഒഴിവാക്കണം എന്ന് ഞാൻ പറയുമ്പോൾ ഇനി ഞാൻ മടിച്ചിരിക്കാൻ പറ്റൂല എന്ന് ഉള്ളൊരു പ്രഖ്യാപനമാണത്, അല്ലേ? അള്ളാഹുവെ ഇങ്ങനെ നമ്മളെ ജീവിതത്തിൽ എന്തൊക്കെ നമ്മൾ ആവശ്യപ്പെടുന്നുണ്ടോ അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സ്റ്റൈല് മാറുക ചെയ്യേണ്ടത്. പിന്നെ ആ പ്രാർത്ഥനയാണ് നമ്മളെ ജീവിതത്തിനെ ഗൈഡ് ചെയ്യണത്. അപ്പോഴാ പ്രാർത്ഥനയുടെ കാര്യമുള്ളൂ. മറ്റേ നമ്മളിങ്ങനെ കാര്യം പറയാം, നമ്മൾ വേറെ വഴിക്ക് നടക്കുന്നില്ല. അപ്പം അങ്ങനെ ഒരാൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ ജീവിതം സ്വാഭാവികമായ ആ ഒരു വഴിക്ക് വരണം.
എന്നതാണ് ഒരു ദിക്റിനെ അല്ലെങ്കിൽ ദുആയെ നമ്മൾ ശരിക്കും മനസ്സിലാക്കുമ്പോൾ നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം. മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്ക് വീണ്ടും അത് ചർച്ച ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പിന്നെ ഖുദൂ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദ്, അള്ളാഹിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്, അള്ളാഹിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്, അള്ളാഹുവിൻ്റെ മുമ്പിലാണ് പോകുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന പടച്ചവൻ സന്തോഷം നൽകുന്ന രൂപത്തിലായിരിക്കണം. ഒരു മുഷിഞ്ഞ വസ്ത്രത്തിലോ സംവിധാനങ്ങളോ ആവരുത് എന്ന് ചിന്തിക്കുകയോ അത് ജീവിതത്തിൽ മാറ്റം ഉണ്ടാവുകയും ചെയ്തു എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. ഫുർഖാനിലേക്ക് ജലീൽ മാഷ് പറഞ്ഞ ഫുർഖാനിലേക്ക് നമ്മൾ വന്നാൽ കുറേ സാധനങ്ങളുണ്ട് അതിൻ്റെ അപ്പുറത്തുപ്പുറത്തൊക്കെ ആയിട്ട്. യാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല ലഖദ് അളല്ലനി മിൻ ദിക്രി ബഅദ ഇദ ജാഅനി ഇന്ന ശൈത്താന കാന ലിൽ ഇൻസാനി ഖദൂല എന്നൊക്കെ പറഞ്ഞിട്ട് അത് നമ്മളെ ജീവിതത്തെ സ്വാധീനിക്കുകയോ മാറ്റിമറിക്കുകയോ വഴിതെറ്റിക്കുകയോ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. ഇപ്പോൾ റസൂൽ പറഞ്ഞ ഈ ഒരു വിഷയം തന്നെ നമ്മൾ നോക്കിയാൽ എന്തൊരു ഇൻറ്റിമസിയാണ്. യാ റബ്ബി എന്ന് പറഞ്ഞ അതേ ടോണിലാണ് ഇന്ന ഖൗമി എന്ന് പറയുന്നത്. ഇൻ്റെ റബ്ബെ എന്ന് വിളിച്ച അതേ അടുപ്പവും സ്നേഹവും പ്രകടിപ്പിച്ചുകൊണ്ടാണ് റസൂൽ എൻ്റെ കൗമ് എന്ന് പറയുന്നത്. വേറെ ആരെങ്കിലും ഇതിനെ ഒഴിവാക്കിയിരുന്നെങ്കിൽ അവഗണിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇത്ര സങ്കടം ഉണ്ടാവില്ല എന്നുള്ള. ഞാൻ ഇവർക്ക് നേരിട്ട് ഏൽപ്പിച്ച് അവരത് ഏറ്റെടുത്ത് അവർ മര്യാദക്ക് കൊണ്ടുനടക്കുമെന്ന് പറഞ്ഞ് വസിയത്ത് ചെയ്ത ആ ഖുർആന് അതും എൻ്റെ കൗമ്, ജൂതന്മാരോ ക്രിസ്ത്യാനികളോ വൈറുൽ മഗ്ലൂബി അലൈഹിം വലദ്ദാലിൻ എന്നല്ല. ഇത് എൻ്റെ കൗമ് ഈ ഖുർആനോട് ഈ പണി കാണിച്ചല്ലോ റബ്ബേ എന്ന് റസൂൽ പറയാന്ന് പറഞ്ഞാൽ ഈ ഖുർആൻ്റെ വില മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഖുർആൻ എന്ന് പറയുന്ന സംഭവത്തിൻ്റെ വില മനസ്സിലാക്കാത്തതുകൊണ്ട് നമ്മളെ ജീവിതത്തിൻ്റെ ഓരോ സമയത്തും അത് നമ്മളെ ജീവിതത്തിൽ പ്രതിപ്രവർത്തിക്കണം. ഇപ്പോൾ യുദ്ധം നടക്കുന്ന സമയത്ത് നമുക്ക് ഖുർആൻ നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവണം. ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ഖുർആൻ നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവണം. എന്തെങ്കിലും ഒരാൾ നമ്മളെ, നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യാത്ത കുറ്റത്തിന് ഒരാൾ നമ്മളെ പഴി ചാരുമ്പോൾ, ഒരാൾ നമ്മളെ ബ്ലെയിം ചെയ്യുമ്പോൾ, നമ്മളൊരാളെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോഴൊക്കെ ഇതിങ്ങനെ വരണം. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വല കിദ്ദാബ ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വല തഅസീമ ഇല്ലാ ഖീലൻ സലാമൻ സലാമ. അങ്ങോട്ടും ഇങ്ങോട്ടും സലാം മാത്രം പറഞ്ഞ ആൾക്കാർ സന്തോഷത്തിൽ ജീവിക്കുന്ന ഒരവസ്ഥ വരാനുണ്ട്. ഇവിടെ ആകുമ്പോൾ കുറച്ചൊക്കെ നമ്മൾ ചെയ്യാത്തതിന് നമ്മൾ കുറ്റം കേൾക്കേണ്ടി വരും. ഇവിടെ നമ്മൾ ആൾക്കാരെ വായിലിരിക്കുന്ന വൃത്തികേടുകൾ ചിലപ്പോൾ കേൾക്കേണ്ടി വരും. ഇത് ദുനിയാവാണ്, പരലോകത്ത് അത് ഉണ്ടാവില്ല എന്നിങ്ങനെ നമ്മളെ മനസ്സിലത് ഇങ്ങനെ വരണം. ഇപ്പോൾ റസൂൽ ഈ പറഞ്ഞ ഈ ഒരു കാര്യം അതിൽ ഖുർആന മഹജൂറ. അപ്പോൾ ഖുർആൻ അതിപ്പോൾ നമ്മുടെ ജീവിതത്തിൽ തെറ്റുകളിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുന്നു എന്നുള്ളൊരു തലത്തിലാണ് ജലീൽ മാഷ് അത് പറഞ്ഞത്. ലാ യസ്മഊന ഫീഹാ, ഞാൻ പറഞ്ഞു യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ഇതിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു തലം എന്താണെന്ന് അറിയാം നിങ്ങൾ, ബാക്കി ഈ പറഞ്ഞതൊക്കെ എൻ്റെ കൂടെ ഞാൻ ചേർത്തുകൊണ്ട് പറയണം. ഞാനിതിൽ മനസ്സിലാക്കുന്നൊരു വശം, ജീവിക്കണ സമയത്ത് സമാധാനത്തിൽ ജീവിച്ചവർക്കാണ് മരിക്കണ സമയത്ത് സമാധാനത്തിൽ മരിക്കാൻ പറ്റുക. ഉള്ളിടത്തുള്ള ടെൻഷൻ മുഴുവനും കൊണ്ടുവന്നിട്ട് ഒരു സമാധാനവും ജീവിതത്തിലൊരു സ്വസ്ഥതയും സ്വൈര്യമില്ലാതെ ജീവിച്ച ഒരാൾക്ക് അമ്നിൻ്റെ അല്ലെങ്കിൽ ഈമാനിൻ്റെ ആ ഒരു തുമനീനത്ത് കിട്ടിയിട്ടില്ലാത്ത ഒരാൾക്ക് മരിക്കുന്ന സമയത്ത് മാത്രം അത് കിട്ടും എന്ന് നമ്മൾ വിചാരിക്കുന്നതിന് അർത്ഥമില്ല, അല്ലേ? അല്ലദീന ആമനു വ തത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ല എന്നാണ് പറഞ്ഞത്. ഈമാൻ ഉണ്ടാകുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് ഈ തുമനീനത്ത് വരണം, അത് ജീവിതത്തിൽ വരണം. ഖുർആൻ തദബ്ബുർ നമ്മൾ ഏറ്റവും പ്രസക്തമാക്കി മുന്നോട്ട് വെക്കുന്ന ഒരു തല അതാണ്. ഇത് ഖുർആൻ പഠിക്കുന്ന ആൾക്കാർ ഖുർആൻ പഠിക്കാത്തവരിൽ നിന്ന് ഒരു നിലക്കും വ്യത്യസ്തരല്ല. ഒരു മാറ്റം ഉണ്ടല്ലോ, ഒരു ചേഞ്ച് കാണുന്നില്ല എന്നുള്ളതാണ്. ഓൾക്ക് ടെൻഷനുണ്ട്, ഓൾക്ക് ഡിപ്രഷൻ ഉണ്ട്, ഓൾക്ക് ഓവർ തിങ്കിങ് ഉണ്ട്, ഓർക്ക് ഇങ്ങനെ കുറേ അസ്വസ്ഥതകളുണ്ട്, അതൊക്കെ നമുക്കുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ പഠിച്ച ഖുർആന്, നമ്മളുടെ ഈമാന്, നമ്മുടെ ഒരു ദീനി നിലപാട് എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ദൈനംദിനമായ കാര്യങ്ങളിൽ അവിടെ പ്രവർത്തിക്കാത്തതെന്നാണ് പ്രശ്നം.
വിശ്വാസി ആ ഒരു ഈമാനിൻ്റെ ഒരു അമ്നുണ്ടല്ലോ, അപ്പോഴല്ലേ ഈമാനുള്ളൂ. ഈ ഒരു 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 സുരക്ഷിതത്വം അല്ലെങ്കിൽ ഈമാനിൻ്റെ ഒരു സമാധാനം, അതിൽക്ക് നമുക്ക് എത്താൻ കഴിയാത്ത ഒരു അവസ്ഥ ഉണ്ട്. ഖുർആൻ എന്ന് പറയുന്നത് ഷിഫാ ഉൻ ലിമാഫി സുദൂർ. ഇപ്പം എന്നോട് ഇന്നിപ്പോൾ കയറി വന്ന ഉടനെ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ഞാനിന്ന് പനിയും അസുഖമൊക്കെ ഉണ്ടായിട്ടും ഇവിടെ വന്നത് തദബ്ബുർ എന്ന ഒരു തല ഉള്ളത് കൊണ്ട് മാത്രമാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് ഷിഫാ എന്നുള്ളത് ഇവിടെ കിട്ടുന്നുള്ളതാണ്. അത് നമ്മളെ ജീവിതത്തിൻ്റെ, നമ്മുടെ മനസ്സിൻ്റെ, ഹൃദയങ്ങളുടെയൊക്കെ പ്രശ്നങ്ങൾക്കുള്ള ഒരു മരുന്ന് കിട്ടും. ഈ മരുന്ന് അല്ലെങ്കിൽ ഷിഫ എന്ന് നമ്മൾ പറയുമ്പോൾ അസുഖം വന്നിട്ട് ചികിത്സിക്കുന്ന ഒരു സംഭവമാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. അസുഖം വരാതെ നമ്മളെ സംരക്ഷിക്കുന്ന ഇലമെൻറ്റുകൾക്കും നമുക്ക് ഷിഫ എന്ന് പറയണം. ഈ ഷിഫ എന്ന് പറയുന്നതിൻ്റെ 2 തലം അതിനകത്തുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു ചെറിയ ഉദാഹരണം മനസ്സിലാകാൻ വേണ്ടി പറയുകയാണെങ്കിൽ തേനിനെ കുറിച്ച് പറയുന്നിടത്ത്, ഇപ്പം തേൻ എന്നുള്ളത് നമുക്കൊരു അസുഖം വരുമ്പോൾ അത് കുടിച്ചാൽ അസുഖം മാറും. അസുഖം വരാതിരിക്കാനും അപ്പോൾ ഷിഫ എന്ന് പറയുന്നതിൻ്റെ 2 തലം ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നൊക്കെ പറയുന്നതിൻ്റെ അതിൻ്റെ ഒരു ഇസ്ലാമികമായൊരു വശം എന്ന് പറയുന്നത് രോഗം വരാതിരിക്കാനും അല്ലെങ്കിൽ ആരോഗ്യം നിലനിർത്താനും നമുക്ക് ഉപകരിക്കുന്ന സംഗതികളെ നമുക്ക് ഷിഫ എന്ന് പറയാം. എന്തൊക്കെ ഇൻ്റെതായ ചില നേരത്തെ മാസ്റ്റർ പ്ലാൻ തന്നില്ലേ, അതിൽപ്പെട്ട ചില സംഭവങ്ങൾ മിസ്കാല ദറത്തിൻ ഹൈറൻ യറ, എത്ര ചെറുതാണെങ്കിലും എത്ര മൈന്യൂട്ടാണെങ്കിലും അതാര് കാണുന്നില്ലെങ്കിലും അള്ളാഹ് അത് കാണും, അതിനുള്ളത് നമുക്ക് കിട്ടും എന്ന് പറയുന്നതൊക്കെ നമ്മളെ ജീവിതത്തെ നേരിട്ട് സ്പർശിക്കുന്ന കാര്യങ്ങളാണ്. ഈ സിറാത്തുൽ മുസ്തഖീമിനെ കുറിച്ചുള്ള വിശദീകരണം എനിക്ക് ടീച്ചർ വേറെവിടെയും പറഞ്ഞിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞില്ല, ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് അതിനെങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മളെ ജീവിതത്തിൻ്റെ പല തലങ്ങളിലൂടെ കൊണ്ടുപോയി സിറാത്തുൽ മുസ്തഖീമിൽ തുടങ്ങി സിറാത്തുൽ മുസ്തഖീമിൽ അവസാനിപ്പിച്ചു എന്നുള്ളതാണ് നേരത്തെ ഉണ്ടായ പ്രസൻറ്റേഷൻ്റെ ഒരു ഏറ്റവും വലിയ സൗന്ദര്യം. അതിലിങ്ങനെ ഈ സിറാത്ത് എന്ന് പറയുന്നത് കേവലം നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും വഴികളോ അല്ലെങ്കിൽ റൂട്ടോ അല്ല, അത് സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന വഴിയാണ്, അത് പരലോകത്തുണ്ടാകുന്ന സിറാത്താണ്. ആ സിറാത്തിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് അന്നഹാദാ സിറാത്തി, നേരത്തെ അൽ ഖുർആൻ യുഫസ്സിറു ബഅ്ദുഹു ബഅ്ദാ എന്ന് പറഞ്ഞതിൻ്റെ ഏറ്റവും നല്ല സൂറത്തുൽ അൻആമിലെ 153 ആയത്ത്, അന്നഹാദാ സിറാത്തി മുസ്തഖീമ വത്തബിഉഹു വലാ തത്തബിഉ സുബുൽ ഫതഫറഖ ബിക്കും അൻ സബീലിഹി എന്നൊക്കെ പറയണേ. എന്നിട്ട് നമ്മളെ ഈ ഇരുത്തത്തിലുള്ള അല്ലേ പ്രാർത്ഥന, അല്ലാഹുമ്മ ഇഹ്ദിനി എന്ന് പറയുമ്പോൾ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീമാണ്, ഇർഫഅനി എന്ന് പറയുമ്പോൾ, പിന്നെ ആഫിനി എന്ന് പറയുമ്പോൾ എല്ലാ പ്രയാസങ്ങളും മാറ്റിയിട്ട് സ്വർഗത്തിലേക്കാക്കുക, അങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മുടെ സമയവും നമ്മുടെ ചിന്തയൊക്കെ ഖുർആന് വേണ്ടി ചിലവഴിക്കുക എന്നുള്ളത് തന്നെയാണ്. 2ാമത്തെ ഒരു ഘട്ടവും ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് അവസാനിപ്പിക്കുന്നതിൻ്റെ മുമ്പ് എപ്പോൾ തുടങ്ങണമെന്ന് എനിക്ക് തീരുമാനിക്കാം, പക്ഷേ എപ്പോൾ അവസാനിപ്പിക്കണമെന്ന് നിങ്ങളാണല്ലോ തീരുമാനിക്കണ്ടേ. പിന്നെ 9 മണിയാണ് നമ്മുടെ ടൈം അല്ലേ? മാക്സിമം 10 ടൈം ആയാ? അതെ. കുഞ്ഞ് 4ാമത്തെ മുഖ്യമന്ത്രി 5ാമത്തെ മുഖ്യമന്ത്രിയൊക്കെ വന്നിട്ടുണ്ടാവും. ഇത് കഴിഞ്ഞിട്ട് ഇനി ഇത് ഓണാക്കിയിട്ട് വേണം നോക്കാൻ. പ്രതിപക്ഷ നേതാവ് ഏതായാലും ഇല്ല എന്നുള്ളത് ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്, മുഖ്യമന്ത്രിനുള്ളൂ. അപ്പോൾ ഞാൻ കൊടുത്തൊരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ ഏതായാലും 5 കൊല്ലല്ലേ, അപ്പോൾ 6 മാസം ആകുമ്പോൾ ഇപ്പോൾ എല്ലാവർക്കും മുഖ്യമന്ത്രി ആവാമല്ലോ. എന്നാൽ മുൻ മുഖ്യമന്ത്രി എന്ന് പറയും ചെയ്യുക, പിന്നെ മിസാങ്കല്ലും എഴുതിയേക്കാലോ. ഓക്കെ നമ്മൾ രാഷ്ട്രീയത്തിലേക്ക് മൊത്തത്തിൽ നമ്മളെ ഇതിൻ്റെ ഒരു അൽഗോരിതത്തിൻ്റെ പ്രശ്നമാണ്, അല്ലാതെ സോഷ്യൽ മീഡിയ ഇതായതുകൊണ്ടുള്ള പ്രശ്നമല്ല, നമ്മളിത് മാത്രം കാണുന്നതുകൊണ്ടുള്ള പ്രശ്നമാണ്. അല്ല നാട്ടുകാർ മുഴുവൻ ഇത് ചർച്ച ചെയ്ത് നിൽക്കുന്നില്ല, നാട്ടുകാർക്ക് വേറെ കുറേ പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ട്, നമുക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മൾ ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതന്നെ വരുള്ളൂ. നമ്മുടെ ഇൻട്രസ്റ്റ് അതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ നമ്മൾ ടൈം ലൈൻ അങ്ങനെ പ്രവർത്തിക്കുക, പിന്നെ അത് മാത്രമേ വരിക. അപ്പോൾ നമ്മൾ വിചാരിക്കും നാട്ടുകാർ മുഴുവൻ ഇപ്പോൾ ഇത് ചർച്ച ചെയ്തിട്ട് ആകെ കുലുമാലായി നടക്കുകയാണെന്ന്. ഐസിയുയിൽ നമ്മളെ വീട്ടിലാരെയും കിടക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു പ്രയാസത്തിന് വേണ്ടി ഓടി നടക്കുകയാണെങ്കിൽ, നാളെ പരീക്ഷ ഉണ്ടെങ്കിൽ നമുക്കിവിടെ നാളെ ആരെ മുഖ്യമന്ത്രി എന്നുള്ളത് നമുക്ക് വിഷയമാവില്ല. ഇത് വേറെ പണിയൊന്നും ഇല്ലാതെ വെറുതെ ഇരിക്കുന്നതുകൊണ്ടാണ്. ആ സമയത്ത് നിങ്ങളൊരു ഖുർആൻ്റെ ഒരു ആയത്ത് ഇങ്ങനെ കേൾക്കണ ശീലം തുടങ്ങി നോക്കി, നിങ്ങൾ വിചാരിക്കും നാട്ടുകാർ മൊത്തം ഖുർആൻ കേൾക്കണം, കാരണം നമുക്കത് മാത്രമേ വരുള്ളൂ. നമ്മളിനി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ അതിൽ ഞാൻ വിശ്വസിക്കണത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഞാൻ പലതവണ വന്നപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടൊരു കാര്യം,
നമ്മൾ ഖുർആനിനെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്ന ഒരു നല്ലൊരു കൂട്ടായ്മ നമുക്ക് അൽഹംദുലില്ലാ അവിടെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളായിട്ട് കുറച്ചിൽ ഉണ്ടാവുമെങ്കിലും ആഴ്ചയിൽ ഒരിക്കലും ഇങ്ങനെ നമ്മൾ കൂടുന്നൊരവസ്ഥയുണ്ട്. അതിനുള്ളൊരു കേന്ദ്രം ഇവിടെ ഉണ്ട്. പിന്നെ അതിനുള്ളൊരു മാനസികമായ ഒരു ഐക്യം നമുക്കിടയിലുണ്ട്. വറബത്തുന അലാ കുലൂബിഹിം എന്ന് നമ്മൾ അൽക്കാഫിൽ കാണുന്ന സാധനം അതാണ്. മനസ്സുകൾ തമ്മിലുള്ള ഒരു ബോണ്ടിങ്, മനസ്സുകൾ തമ്മിലുള്ള ഒരു ഐക്യം ഇവിടെ അള്ളാഹു സൃഷ്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ചിന്തിക്കാനും പറയാനൊക്കെ ഉള്ളൊരവസ്ഥ ഉണ്ട്. ഇത് നമ്മളെങ്ങനെ നമുക്ക് തുടർത്തി കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ഒരു സംഗതി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വീട്ടിനകത്ത് നമ്മുടെ കുട്ടികളെയും ഇപ്പോൾ നമ്മളിങ്ങനെ ഖുർആൻ പഠിക്കുന്നു, ഈ നമ്മുടെയൊക്കെ നന്മകളുടെയൊക്കെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് തന്തവൈബ് ഈ ഒരു വൈക്ക് ഇങ്ങനെ പോകുന്നു, മക്കളൊക്കെ വേറൊരു വൈക്ക് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്നോടൊരാളിങ്ങനെ ഒരു സങ്കടം പോലെ പറഞ്ഞു, എന്തുകൊണ്ടാണ് മുസ്ലിം കുട്ടികൾ ഇപ്പോൾ വല്ലാതെ ആത്മഹത്യ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്, മുസ്ലിം കുട്ടികൾ ആത്മഹത്യ ചെയ്യണില്ല. കോൺട്രവേഴ്ഷ്യലായൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഇപ്പോൾ ഒരു വീട്ടിലും മുസ്ലിം കുട്ടിയില്ല. കുട്ടികളൊക്കെ ന്യൂട്രലായിട്ടാണ് വളരുന്നത്. അവിടെ ഹിന്ദു മുസ്ലിമും ഒന്നുമില്ല. അവർക്കൊക്കെ ഒറ്റ ജാതി, ഒറ്റ മതം, ഒറ്റ ഇൻസ്റ്റഗ്രാം. മുസ്ലിം കുട്ടിയായിട്ടൊരു കുട്ടി വളർന്നിട്ടുണ്ടെങ്കിൽ ആ കുട്ടി ആത്മഹത്യ ചെയ്യില്ല. പക്ഷെ കുട്ടി വളരുന്നില്ല. നമ്മളൊരു വഴിക്ക് ഇങ്ങനെ പോവുക, നമ്മൾ മരിച്ചാൽ അതോടുകൂടി അത് തീരുമാനമാകുക എന്നല്ലാതെ ഇതിൻ്റെ ഒരു തുടർച്ച നിർബന്ധപൂർവം നമ്മൾ ചിലപ്പം കോയിൻസിഡൻ്റലായിട്ട് വന്നതായിരിക്കും. ഞാനങ്ങനെയല്ല. ഞാൻ എൻ്റെ ഉമ്മയും സലഫി മദ്രസയിൽ പഠിച്ചതുകൊണ്ടും കുറേ സമ്മേളനങ്ങൾക്ക് പോയതുകൊണ്ടും കുറേ പരിപാടികൾക്ക് പോയതുകൊണ്ടും മാത്രം ഈ ആദർശത്തിൽ വന്ന ഒരാളാണ് ഞാൻ. ഈ പണി ഞാൻ എൻ്റെ മക്കളോട് എടുക്കുന്നില്ലെങ്കിൽ നമ്മളോട് കൂടി ഇത് കുറ്റിറ്റ് പോകും. ഇപ്പോൾ ഇടപെണ്ണ ഏതോ പള്ളിയിൽ ഉറുദുവിൽ കുത്തുപൊടങ്ങിയാണ്. ഒരു സലഫി പള്ളിയിൽ ഉറുദുവിൽ ബംഗാളികൾക്ക് വേണ്ടിയിട്ട്, അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി ഉറുദുവിൽ കുത്തുപൊടങ്ങി. ഇപ്പോൾ അത് മാത്രമേ മലയാളത്തിൽ നടക്കുന്ന സംഭവം നമ്മളെ നാട്ടിലുള്ളൂ. നമ്മളെ കാലശേഷം നമ്മളെ മെമ്പറൊക്കെ ഇതേമാതിരി ആർക്കെങ്കിലുമൊക്കെ മറുഭാഷക്കാർക്ക് കൊടുക്കേണ്ടി വരും. ഇത് വേറെ ആർക്കൊക്കെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടി വരും. ഇത് ഏറ്റെടുക്കാനുള്ള ഒരു നമ്മൾ ഏത് വയസ്സിൽ തുടങ്ങിയതാ? ഇപ്പോഴും നമ്മൾ തന്നെയല്ലേ ചെയ്യണേ. അന്ന് പോസ്റ്റർ ഒട്ടിച്ചതോ, അന്ന് മൈദപ്പൊടി കലക്കിയതോ, അന്ന് തുരിശ് ചേർത്തവരും അതേ പണി നമ്മൾ 8-ാം വയസ്സിലോ 9-ാം വയസ്സിലോ തുടങ്ങി. ഇപ്പോൾ 80-ാമത്തെ വയസ്സിൽ ഇതാ ചെയ്യണത്. ഇത് ഭയങ്കര ദുരന്താണ്. ഇത് മനഃപൂർവ്വം നമ്മൾ എത്തിച്ചു കൊടുക്കാതെ, ഇത് മനഃപൂർവ്വം അവരിതിലേക്ക് കൊണ്ടുവരാതെ, മനഃപൂർവ്വം അവർ ഈ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരാതെ ഒരു തുടർച്ച ഉണ്ടാവുമെന്ന് നമ്മൾ വെറുതെ സ്വപ്നം കാണണ്ട. കുറ്റം പറയണ്ട. അവരെ കുറ്റം പറയുന്നതിന് മുമ്പ് പ്രതിക്കൂട്ടിൽ നമ്മളാണ്. നമ്മളെ ആപ്പാര് നമ്മളെ ഈ ഒരു കഠിന ജീവിതത്തിൻ്റെ പരുപരുത്ത യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെടുത്തിയത് കൊണ്ട്, നമ്മൾ നാട്ടിൻ പുറത്ത് ജീവിച്ചത് കൊണ്ട്, നമ്മൾ ജീവിതത്തിൽ കുറേ തിരിച്ചടികൾ നേരിട്ടത് കൊണ്ട് ആണ് നമുക്ക് ഇന്ന് പിടിച്ചു നിൽക്കാൻ പറ്റണത്. 1% മാർക്ക് കുറഞ്ഞാൽ, ഒരു വിഷയത്തിൽ എന്തെങ്കിലും കുറച്ച് പ്രയാസം ഉണ്ടായാൽ അതോടുകൂടി ജീവിതത്തോട് ഗുഡ് ബൈ പറയുന്ന അവസ്ഥയിലേക്ക് അത്രമാത്രം ജീവിത നൈപുണ്യം, ലൈഫ് സ്കില്ല് നഷ്ടപ്പെട്ടവരായി നമ്മൾ കുട്ടികൾ മാറുന്നതിൻ്റെ പിന്നിൽ നമ്മളാണ് ഉത്തരവാദികൾ. പെൺകുട്ടികൾ എന്തുകൊണ്ട് കല്യാണത്തെ വെറുക്കുന്നു അല്ലെങ്കിൽ കല്യാണത്തിന് താല്പര്യം കാണിക്കുന്നില്ല എന്ന് ചോദിക്കുന്നതിൻ്റെ കാരണവും ഇപ്പം ഞാനിങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ഇങ്ങനെ രക്ഷിതാക്കൾ ചർച്ച ചെയ്യണം കൊടുത്ത് ഞാൻ പറഞ്ഞത്, നമ്മളെ കുട്ടികളെ കുറച്ചൊന്ന് ഇടങ്ങേറാക്കണം. പെരയിൽ അത്ര സുഖം കൊടുക്കരുത്, കുറച്ചത് ഇടങ്ങേറാക്കി വളർത്തണം. അപ്പോൾ തോന്നും ഇവിടെ നിന്നാണ് കഴിച്ചിലായി അവിടെ എത്തിയാൽ കുറച്ച് സുഖം ഉണ്ടാവുമെന്ന്. അപ്പോൾ വേഗം കല്യാണത്തിന് സമ്മതിച്ചോളൂ എന്നാണ്. ഒരു യാഥാർത്ഥ്യം ഇല്ല അതിൽ. ഉണ്ട്. അത് ഒരു സ്വാതന്ത്ര്യമാണ് വിവാഹത്തിലൂടെ ലഭിക്കണമെന്ന് തോന്നണമെങ്കിൽ കുറച്ച് പാരതന്ത്ര്യം, കുറച്ച് അടിമത്തം, കുറച്ച് പട്ടിപ്പണി ഇവിടെ കിട്ടണം. അത് നമ്മൾ നമുക്ക് ഉള്ളിൽ വേദന ഉണ്ടെങ്കിലും ഉള്ളിൽ വിഷമം ഉണ്ടെങ്കിലും നമ്മളത് ചെയ്യിക്കണം, ചെയ്ത് പഠിപ്പിക്കണം. അങ്ങനെ കുട്ടികൾ ജീവിക്കണം, ശീലിക്കണം. അപ്പോൾ ഈ ഒരു ഖുർആനിൻ്റെ വഴിയിലേക്ക് നമ്മൾ നമ്മുടെ മക്കൾക്ക് നൽകുന്ന ഏറ്റവും വലിയ നന്മ, യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം മരിക്കാൻ നേരത്തെ മക്കളെ മുഴുവനും വിളിച്ച് ചോദിച്ചില്ലേ, മാ തഅബുദൂന മിൻ ബഅദി, സ്വത്ത് എന്താവണം, ഉമ്മാനാര് നോക്കണം, പിന്നെ നിങ്ങൾ ഇനി അനന്തരാവകാശ പ്രശ്നം അതൊന്നുമല്ല പറഞ്ഞേ. മാ തഅബുദൂന മിൻ ബഅദി എന്ന് ചോദിക്കുമ്പോൾ ഒരു മടിയില്ലാതെ നഅബുദു ഇലാഹക,
വ ഇലാഹ ആബായിക ഇബ്രാഹീമ വ ഇസ്മായില വ ഇസ്ഹാഖ ഇലാഹം വാഹിദൻ വ നഹ്നു ലഹു മുസ്ലിമൂൻ എന്ന് മക്കൾ തിരിച്ച് പറഞ്ഞ മറുപടി കേട്ടിട്ട് സന്തോഷത്തിലാണ് മരിച്ചു പോണത്. മയ്യത്ത് നിസ്കരിക്കുമെന്ന് ഉറപ്പില്ലാത്ത കോലത്തിലാണ് നമ്മൾ മരിച്ചു പോണത്. ഈ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിൽ എന്തൊക്കെയാണ് ആ ചങ്ങായി ഇനി ചെല്ലുന്നതെന്ന് ഒരു പിടുത്തവും നമുക്കില്ല. കാരണം നമ്മളിത് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല, കുട്ടി മദർസയിൽ പോയിട്ടില്ല. പിന്നെ ഇത് എവിടെ നിന്നത് പഠിച്ചത്? അപ്പോൾ ഒരു വെക്കേഷൻ കൂടി ആവുമ്പോൾ കുറച്ചുകൂടി നമുക്ക് സമയമുണ്ട്, സന്ദർഭമുണ്ട്. അതൊന്ന് സീരിയസ് ആയിട്ട് ഒരു ഖുർആൻ ഇപ്പോൾ ഒരു ദിവസത്തിൽ നിന്ന് ഞാൻ പറഞ്ഞത് നിങ്ങളുമാണെങ്കിൽ ഒരു ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ആയിക്കോളേ, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ആക്കിക്കോളേ. ആഴ്ചയിൽ ഒരു ദിവസം വെള്ളി അത് ഖുർആൻ ഡേ ആണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഖുർആൻ പഠിക്കുന്നൊരവസ്ഥ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇവിടെ നമ്മളെപ്പോലെ ചിന്തിക്കുന്ന പല നാട്ടിലെ ആൾക്കാരുണ്ട് അല്ലേ? പക്ഷെ അവർക്ക് ചിലപ്പോൾ ഇതുപോലെ വേദി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എല്ലായിടത്തും വേദി ഉണ്ടാവലാണ് ആവശ്യം. ഈ QRFൻ്റെ ഗുണം മറ്റു നാടുകളിലുള്ള സമാന മനസ്കരായ ആളുകൾക്ക് കിട്ടാൻ നമുക്കെന്താണ് ചെയ്യാൻ പറ്റുക? അപ്പോൾ നമുക്കിവിടെ ഡിവൈസുകളുണ്ട്, റെക്കോർഡിംഗ് സംവിധാനങ്ങളുണ്ട്. അതിൻ്റെ എനിക്ക് തോന്നുന്നത് ഇവിടെ നടക്കുന്ന നല്ല ക്ലാസ്സുകളൊക്കെ നമ്മൾ പല ഘട്ടങ്ങളായിട്ട് നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്നുണ്ട് അല്ലേ? ഞാനിവിടെ ലാസ്റ്റ് എടുത്ത ക്ലാസ് എനിക്ക് തോന്നുന്നത് ഒരു 40,000 ആൾക്കാർ കണ്ടിട്ടുണ്ട്. ആ ക്ലാസ് കേട്ടിട്ട് ആര് നന്നായാലും നന്നായിട്ടില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല, പക്ഷെ ഞാൻ നന്നായി എന്നുള്ളതാണ്. ആ ക്ലാസ് കേട്ടിട്ട് അല്ലെങ്കിൽ ആ ക്ലാസ് പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ നന്നായത് ഞാനാണ്. വിഷയം ഓർമ്മ ഉണ്ടല്ലോ, ഭക്ഷണവും ഉറക്കവും. കഴിഞ്ഞ 1.5-2 മാസം കൊണ്ട് ഏകദേശം 4 കിലോ വെയിറ്റ് ഞാൻ കുറച്ചു അല്ലെങ്കിൽ കുറഞ്ഞു. നോമ്പ് ഒറ്റോണ്ട് മാത്രമല്ല, നോമ്പിൻ്റെ സമയത്ത് ഒരു എണ്ണക്കടി പോലും നോമ്പ് തുറക്കുന്ന സമയത്ത് ഒറ്റ നോമ്പിന് പോലും ഞാൻ കഴിച്ചിട്ടില്ല. ഒരു ജ്യൂസ് പോലും കുടിച്ചിട്ടില്ല. മധുരം തീരെ ഉപയോഗിച്ചിട്ടില്ല. അത് നിർബന്ധമായിരുന്നു എനിക്ക്. അതേപോലെ ഞാൻ അങ്ങനത്തെ ഒരു ഭയങ്കര ഇതിൽ എക്സ്ട്രീമിസ്റ്റ് അല്ല. അതുകൊണ്ട് ഞാൻ ചില പേരുകൾ പറയണില്ല. പറഞ്ഞാൽ പിന്നെ അതിൻ്റെ ആൾക്കാർ കണ്ടില്ല, മൂപ്പൂർ അതിൻ്റെ ആളാന്ന് പറയും. കാർബോന്നോ അല്ലെങ്കിൽ കീറ്റോന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷെ എല്ലാം അതിൻ്റെ അളവിൽ കിട്ടുക എന്നുള്ളതാണ് ഇസ്ലാമിൽ. ഒന്നിനോടും നമുക്ക് എതിർപ്പ് വേണ്ട. എല്ലാം മനുഷ്യർക്ക് ആവശ്യമുള്ളതാണ്. ഇനി നമ്മൾക്ക് വയസ്സുകാലത്ത് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടി വരും എന്ന് വിചാരിച്ചിട്ട് കുട്ടികളെ നമ്മൾ പട്ടിണി കിടരുത്. അവർക്കിതൊക്കെ ആവശ്യമാണ്. അവർക്ക് ഗ്ലൂക്കോസും സ്റ്റാർച്ചും ഷുഗറൊക്കെ ആവശ്യമാണ് കുട്ടിയൊക്കെ. നമ്മൾ നന്നായിട്ട് പേര് കുട്ടികളെ ഇടങ്ങാറാക്കുകയും ചെയ്യരുത്. അപ്പം നമ്മുടെ കുടുംബത്തിലേക്ക് ഇത് പകർത്തുന്ന പോലെ ഈ പറഞ്ഞ പോലെ നമുക്കിതൊരു ഓൺലൈൻ ഇവിടെ വന്ന് ചെയ്യുമ്പോൾ തന്നെ ഇപ്പോൾ ഇവിടെ എല്ലാവർക്കും വരാൻ പറ്റിക്കൊള്ളണമെന്നില്ലല്ലോ. അപ്പോൾ നമ്മളീ പരിസരത്ത് ഇവിടെ വന്ന് ഇപ്പോൾ ഞാൻ സ്പീക്കേഴ്സിൻ്റെ കാര്യം പറഞ്ഞു. എക്സ്പേർട്ടുകൾ എന്ന് പറഞ്ഞത് നമ്മൾ പരിസരത്തുള്ള ആൾക്കാർക്കല്ലേ വരാൻ പറ്റുള്ളൂ. അതുകൊണ്ടല്ലേ എനിക്ക് ഒന്നിലധികം ചാൻസ് കിട്ടണേ. പിന്നെ അതേസമയം വേറെ പല സ്ഥലത്തുള്ള മനുഷ്യന്മാരുണ്ട്. അവർക്കും പറയാനുള്ളത് അല്ലെങ്കിൽ അവർക്ക് പഠിപ്പിക്കാനുള്ളത് കേൾക്കാൻ പറ്റുന്ന രൂപത്തിൽ നമുക്ക് എന്തുകൊണ്ട് ഇനിയൊരു കൊറോണയോ അല്ലെങ്കിൽ ഒരു യുദ്ധം വരാൻ കാത്തിക്കണോ നമ്മൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാൻ? അപ്പോൾ ഓൺലൈനായിട്ട് നമുക്ക് എന്തുകൊണ്ട് QRFൻ്റെ ഒരു മന്ത്ലി ലെക്ചറോ ഒരു മന്ത്ലി മീറ്റിങ്ങോ നമുക്കിങ്ങനെ കൂടിക്കൂടാ? അതിലേക്ക് സമാന മനസ്കരായ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള മലയാളികൾക്ക് കൂടിയിരിക്കാനുള്ള ഒരവസരം ഉണ്ടാകുക എന്ന് പറയുമ്പോൾ ഇപ്പം ചില അൽ ഫലക്ക് എന്നൊക്കെ പറഞ്ഞ സംഭവം ശ്രദ്ധിച്ചിട്ട് പറഞ്ഞില്ല. അൽ ഫലക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി, ഫലക്ക് പ്രഭാത 5 മിനിറ്റ് ഉണ്ടാവുക. ഇപ്പോൾ ചില ജില്ലകളൊക്കെ ഇപ്പോൾ എറണാകുളത്തുള്ളൊരു ഇതിൽ സ്ഥിരമായിട്ട് ഞാൻ പങ്കെടുക്കാറുണ്ട്. അവരെന്നെ വിളിക്കാറുണ്ട്. അതിൽ ഒരു 600-700 പേര് രാവിലെ 6:30 ആകുമ്പോൾ അതിൽ വരും. 6:36 വരെ 37 വരെ 9 മിനിറ്റ് ഏറിയ 9 മിനിറ്റൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ ആൾ വരുന്നത് ഒറ്റയ്ക്കല്ല. ഒരു ആൾ വരുമ്പോൾ ആ വീട്ടിൽ ഭാര്യ വരുമ്പോൾ ഭർത്താവും വരും. അപ്പം അങ്ങനെ ഒരു 1200-1500 പേര് അവിടെ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു 50 ആൾ 70 ആൾ കൂടുന്ന ഇതിൻ്റെ ഒരു നന്മ കൂടുതൽ ആൾ കൊടുക്കാൻ നമുക്കിതിൻ്റെ ഒരു ഓൺലൈൻ വെർഷനെ കുറിച്ച് ഫൈസൽ മാഷ് ഇതൊക്കെ എഴുതി വെക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ആരെങ്കിലും ഒരാൾ ഇത് എഴുതി വെക്കണം, ഒരുമിച്ച് കേൾക്കില്ല. അപ്പോൾ അവർക്ക് ഉംറ ചെയ്ത കൂലിയും കിട്ടും. സുബഹി കഴിഞ്ഞിട്ട് അവിടെ ദിക്റും ചൊല്ലി പ്രാർത്ഥിച്ചിരിക്കാനുള്ളൊരു അവസരം കൂടി അവർക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇപ്പോൾ നമ്മൾ കൊറോണ വന്ന സമയത്ത് എല്ലാവരും മാക്സിമം സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മളതൊക്കെ മറന്നു കഴിഞ്ഞു. നമ്മൾ വീണ്ടും ഈ നോർമൽസി എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ വന്നു. ഇനി ഒരു കൊറോണ വരേണ്ടി വരും, അല്ലെങ്കിൽ മറ്റയാൾക്ക് ഇറാനിലിടാൻ തോന്നിയ സാധനം ഇവിടെ ഇടേണ്ടി വരും.
എന്നാലും ഇനിയിപ്പോൾ നമ്മൾ ഒരു ഡിസ്റ്റൻറ്റ് മോഡിൽ അല്ലെങ്കിൽ ഓൺലൈനായിട്ടുള്ള സംഭവങ്ങളെ പറ്റിയൊക്കെ നമ്മൾ ചിന്തിക്കുള്ളൂ. ഇത് നമുക്ക് പടച്ചും കാണിച്ചെന്നൊരു അവസരമാണ്. പൈസ ചിലവില്ല, യാത്ര ചെയ്യണ്ട, അവനാൻ്റെ കംഫർട്ടിൽ അവനാൻ്റെ കൺവീനിയൻസിൽ ഇരുന്ന് കേൾക്കാവുന്ന സംവിധാനമാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. അതിലൂടെ നമുക്ക് എന്തുകൊണ്ട് നമ്മളുടെ പണ്ഡിതന്മാരെ നമുക്ക് ഹോസ്റ്റ് ചെയ്തുകൊണ്ട് പല ഭാഗത്തു നിന്നുള്ള എക്സ്പേർട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്തുകൂടാ? പിന്നെ നമ്മളൊക്കെ പണ്ടത്തെ പോലെയല്ലല്ലോ, ഈ ഒന്നുകിൽ നമുക്ക് ഇംഗ്ലീഷ് അറിയാം, അല്ലെങ്കിൽ നമുക്ക് ഹിന്ദി അറിയാം. ഇപ്പോൾ ചില പണ്ടൊക്കെ ഇവിടെ ആൾക്കാർ വന്നാൽ അതിൻ്റെ കൂടെ പരിഭാഷകർ വരും. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ വന്നിട്ട് നേരെ ഹിന്ദിയിൽ തന്നെ പ്രസംഗിച്ച് പോവുകയാണ്. ഇലക്ഷൻ ക്യാമ്പയിനിൽ ഞാൻ കണ്ട വലിയൊരു സാധനമാണ്. ഇപ്പോൾ ഇമ്രാൻ പ്രതാപ്ഗഡി എന്ന് പറഞ്ഞ ചങ്ങായിയൊക്കെ വന്നിട്ട് ഓനിങ്ങനെ മലയാളത്തിലേക്കാൾ ഉഷാറായിട്ട് ഹിന്ദി സംസാരിക്കുന്നുണ്ട്. ആൾക്കാർക്ക് മനസ്സിലാകുന്നുണ്ട്. എങ്കിൽ പിന്നെ എന്തിനാണ് നമ്മളിങ്ങനെ മലയാളത്തിൽ തന്നെ വാശി പിടിക്കണേ? മലയാളികളല്ലാത്ത, ഈ വെളിച്ചം കിട്ടിയിട്ടില്ലാത്ത എത്രയോ ആളുകളിലേക്ക് നമുക്കിത് എത്തിച്ചു കൊടുക്കാൻ നമുക്കൊരു 2 മാസം കൂടുമ്പോഴോ 3 മാസം കൂടുമ്പോഴോ ഉറുദുവിലോ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ഒക്കെയുള്ള പിന്നെ ഇതുപോലെയുള്ള ചർച്ചകളോ ഡിസ്കഷനുകളോ നമുക്ക് ഓൺലൈനിൽ ചെയ്തുകൂടെ എന്നത് നമ്മുടെ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ട ഒരു സംഭവമാണ്. പിന്നെ നമ്മളിപ്പോൾ ഖുർആൻ ഇങ്ങനെ വർഷങ്ങളായി പഠിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് അത് കുറച്ചുകൂടി സിസ്റ്റമാറ്റിക്കായി പഠിക്കാൻ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, ഇപ്പോൾ കുറേ വർഷങ്ങളായി ഖുർആൻ പഠിക്കുന്നവർക്ക് ഇനി നമ്മൾ ഖുർആൻ ക്ലാസ്സിൽ ചേർന്നാൽ അവിടെ അമ്മ മുതലേ തുടങ്ങാം. എവിടെ ഖുർആൻ ക്ലാസ് തുടങ്ങിയാലും അവർ ബേസിക്കായിട്ടാണ് തുടങ്ങുക. അത് പക്ഷെ കുറച്ച് കാലങ്ങളായി പഠിച്ച ആൾക്കാർക്ക് സീനിയറായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന രൂപത്തിലൊരു കോഴ്സ്, ഒരു 6 മാസത്തെ ഒരു സെമസ്റ്റർ വരുന്നൊരു കോഴ്സ്, അല്ലെങ്കിൽ ഒരു വർഷത്തേക്കുള്ള 2 സെമസ്റ്ററുള്ളൊരു കോഴ്സ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനൊരു ചിട്ടുണ്ടാവും. ഒരു കോഴ്സായി നമ്മൾ ചേരുമ്പോൾ അതിന് സിലബസ് ഉണ്ടാവും, അതിനൊരു ബ്ലൂ പ്രിൻ്റ് ഉണ്ടാവും, അതിന് ഒരു അസസ്മെൻറ്റ് സിസ്റ്റം ഉണ്ടാവും, അതിന് നമുക്ക് പിന്നെ അസൈൻമെൻറ്റുകൾ വരും. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഒന്ന് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ കാരണമാകും. അതിൽ അറബി ഭാഷയുടെ ഇലമെൻ്റ് കൂടി വർദ്ധിപ്പിക്കുക. ഇപ്പോൾ തഫ്സീർ വായിക്കുക എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ വരുന്നത് മലയാളം പരിഭാഷ വായിക്കുക എന്നുള്ളതാണ്. അതല്ലല്ലോ തഫ്സീർ, അത് പരിഭാഷയല്ലേ, അല്ലെങ്കിൽ അത് വ്യാഖ്യാനമല്ലേ. തഫ്സീർ എന്ന് പറഞ്ഞാൽ തഫ്സീർ തന്നെ വായിക്കാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ കഴിയുമെങ്കിൽ, ഫുള്ള് വായിച്ചിട്ട് മനസ്സിലാവുന്നില്ലെങ്കിലും അതിൽപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഏതെങ്കിലുമൊക്കെ ഇബ്നു കസീറിൽ നിന്നോ ഏതെങ്കിലുമൊക്കെ തഫ്സീറുകളിൽ നിന്ന് നമുക്ക് നേരിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു അഡ്വാൻസ്ഡ് കോഴ്സ് QRFൻ്റെ കീഴിൽ നമുക്ക് കുറച്ച് പേര് മതി, എല്ലാവരും വേണ്ട ഒരു 10 പേരുടെ ഒരു ഫസ്റ്റ് ബാച്ച് തുടങ്ങിയിട്ട് നമുക്ക് അങ്ങനെ ഒരു സംഗതി കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളത്. നമുക്കിപ്പോൾ ഒരു ക്ലാസ് എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നം, ഇപ്പം ഞാൻ ഒരു സ്ഥാപനം നടത്തുന്നുണ്ട്, അതിൻ്റെ കീഴിൽ ഖുർആൻ്റെ ഒരു പഠന പദ്ധതി തുടങ്ങിയിട്ടുണ്ട്. അതിൽ ഞാൻ പറഞ്ഞൊരു സംഭവം എന്ന് വെച്ചാൽ ലോകത്തെവിടെയാണെങ്കിലും നിങ്ങൾക്ക് പഠിക്കാം, പിന്നെ നിങ്ങളുടെ സമയത്ത് നിങ്ങൾക്ക് പഠിക്കാം, പഠിക്കേണ്ട സമയം നിങ്ങൾക്ക് തീരുമാനിക്കാം, നിങ്ങൾക്ക് ലോകത്ത് എവിടെയാണെങ്കിലും പഠിക്കാം. ഇപ്പോൾ നമ്മളൊരു ക്ലാസ് എന്ന് പറയുമ്പോൾ ഒരു വ്യാഴാഴ്ച മഗ്‌രിബിന് ശേഷം എന്ന് പറയുമ്പോൾ ആ വ്യാഴാഴ്ച ആ മഗ്‌രിബിന് ശേഷം ആ സ്ഥലത്ത് നമ്മൾ എത്തണം എന്നുള്ളതാണ്. അത് എല്ലാ ദിവസവും നമുക്ക് എത്താൻ പറ്റിക്കൊള്ളണമെന്നുണ്ടാവില്ല. എന്തിനാണ് അങ്ങനെ എത്തേണ്ട ഒരു കാര്യം ഇപ്പോഴത്തെ കാലത്ത്? നമുക്കിതൊരു ഒരു പ്രീ റെക്കോർഡഡ് ക്ലാസ്സുകളായി നമുക്ക് കിട്ടുകയും അതിൻ്റെ ഒരു സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടാവുകയും ചെയ്താൽ ചില ആൾക്കാർക്ക് ഒറ്റയടിക്ക് കേട്ടാൽ മനസ്സിലാവും, ചില ആൾക്കാർക്ക് പലവട്ടം കേൾക്കേണ്ടി വരും, ചില ആൾക്ക് നിർത്തി കേൾക്കേണ്ടി വരും, ചില ആൾക്കാർക്ക് അത് കേൾക്കുന്നിടയിൽ എന്താ പ്രശ്നം ഉണ്ടായിട്ട് പിന്നെ കേൾക്കേണ്ടി വരും. ഇതൊന്നും നമുക്കൊരു ലൈവായിട്ടുള്ള ഒരു ക്ലാസ്സിലൂടെ അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള ക്ലാസ്സിലൂടെ സാധ്യമല്ലല്ലോ. അപ്പോൾ നമുക്ക് നേരത്തെ ഈ ക്ലാസ്സുകളൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് അത് കേൾക്കുകയും അതിനനുസരിച്ച് നമ്മൾ പഠിക്കുകയും അതിനൊരു അനുബന്ധ പ്രവർത്തനം ഉണ്ടാവുകയും ചെയ്യുന്ന രൂപത്തിൽ എന്തുകൊണ്ട് നമുക്ക് തുടങ്ങിക്കൂടാന്നുള്ളതാണ്. ഇപ്പം ഞാൻ നടത്തുന്ന കോഴ്സിൽ അൽഹംദുലില്ലാ കുറച്ച് പേരെ ചേർന്നിട്ടുള്ളെങ്കിൽ പോലും പല ഭാഗത്തു നിന്നുള്ള, ഇപ്പോൾ UK ജോലി ചെയ്യുന്ന ആളുകൾ ഇപ്പോൾ അതിൽ പഠിക്കുന്നുണ്ട്, ഖത്തറിൽ നിന്ന് ആൾക്കാരുണ്ട്, സൗദിയിൽ നിന്നുണ്ട്, മലയാളികൾ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ആൾക്കാരുണ്ട്, ഡോക്ടർമാരുണ്ട്, പ്രൊഫഷണൽസ് ഉണ്ട്, നാടന്മാരുണ്ട്, സാധാരണക്കാരുണ്ട്. അവരൊക്കെ ഖുർആനും അറബിയും, ഖുർആനിൽ നിന്ന് അറബിയും അറബിയിൽ നിന്ന് ഖുർആനും പഠിക്കുക എന്നൊരു തലത്തിലേക്ക് അതിനെ വികസിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ അറബി സംസാരിക്കാനും അറബിയിൽ ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയാനൊക്കെ പറ്റുന്ന രൂപത്തിലേക്ക് അവർ വളർന്നിട്ടുണ്ട്. നമ്മുടെ ഖുർആൻ പഠനത്തിൻ്റെ ഒരു പ്രശ്നം, ഖുർആൻ പഠനം മുന്നോട്ട് പോകുന്നുണ്ട്, പക്ഷെ അറബി അവിടെ തന്നെ നിൽക്കുകയാണെന്നുള്ളതാണ്. അറബിയിൽ കൂടി നമുക്ക് കുറച്ചൊരു പിടുത്തം ഉണ്ടാവുകയും കുറച്ച് അത്യാവശ്യം അറബി നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുകയും ചെയ്യുകയാണെങ്കിൽ പിന്നെ ഖുർആൻ മൊത്തം നമ്മൾ പഠിക്കണം എന്നുണ്ടാവില്ല. എവിടെ നിന്ന് ഓതിയാലും എവിടെ നിന്ന് കേട്ടാലും നമുക്ക് ഏകദേശം അതിൻ്റെ ഉദ്ദേശം മനസ്സിലാവുന്ന ഒരു തലത്തിലേക്ക് മാറാനോ അവിടെ എന്താണ് അള്ളാഹു ഉദ്ദേശിച്ചത് എന്ന് അതിൻ്റെ റഫ് നോക്കിയിട്ടോ ജറ് നോക്കിയിട്ടോ അല്ലെങ്കിൽ എന്താണ് ഫായിൽ എന്താണ് മഫൂലും ബി എന്നൊക്കെ മനസ്സിലായാലുള്ളൊരു മെച്ചം, അല്ലെങ്കിൽ തെറ്റിയാൽ നേരെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നൊരവസ്ഥയിലൊക്കെ മാറാൻ പറ്റും. അറബി പഠനത്തിന് നമ്മൾ വേണ്ടത്ര പ്രാധാന്യം ഖുർആൻ പഠനത്തിൻ്റെ സമയത്ത് കൊടുത്തിട്ടില്ല എന്നുള്ളത് നമ്മുടെ ഖുർആൻ പഠന പദ്ധതികളുടെ ഒരു വലിയ ബഗ്ഗാണ്, ഒരു വലിയ പരിമിതിയാണ്.
അത് പരിഹരിക്കുന്ന രൂപത്തിൽ അറബി ഭാഷാ പഠനത്തിന് നമ്മൾ മാത്രമല്ല, ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ 10, 20, 30 കൊല്ലം ഗൾഫിൽ ജീവിച്ചിട്ട് അവിടെ പോയിട്ട് ഒരു മലയാളം എംബസി ഉണ്ടാക്കുക എന്നല്ലാതെ അവിടുന്ന് നമ്മൾ അറബി പഠിക്കാൻ നോക്കിയിട്ടില്ല. അവിടെ ഫ്രീ ആയിട്ട് നമ്മൾ അറബി പഠിപ്പിക്കാൻ വേണ്ടി ഒരുപാട് സംവിധാനങ്ങൾ മിനിസ്ട്രികളിലും യൂണിവേഴ്സിറ്റികളിലൊക്കെ ഉണ്ട്. ഇതൊന്നും ഉപയോഗിച്ചില്ല. നമ്മൾ ചെന്നിട്ട് അവിടെ 4 പരപ്പനങ്ങാടിക്കാരെ സംഘടിപ്പിച്ചിട്ട് ഒരു പരപ്പനങ്ങാടി വെൽഫെയർ അസോസിയേഷൻ ഉണ്ടാക്കും, ഒരു കരിവറമ്പ് വെൽഫെയർ അസോസിയേഷൻ ഉണ്ടാക്കും, പിന്നെ ഒരു ഇസ്ലാഹി സെൻറ്റർ ഉണ്ടാക്കും. ഇങ്ങോട്ട് മലയാളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറഞ്ഞ് ഉള്ള മലയാളം കൂടി കൊളാക്കിയിട്ട് നമ്മളിങ്ങോട്ട് തിരിച്ചു വരിക എന്നല്ലാതെ ഈ അറബി നാട്ടിൽ ജീവിച്ചിട്ട് പോലും അറബി പഠിക്കാനുള്ള ഒരു താല്പര്യം നമ്മൾ കാണിച്ചില്ല എന്ന് പറഞ്ഞാൽ, ഖുർആൻ പറയുന്നിടത്തൊക്കെ അള്ളാഹ് പറഞ്ഞ ഖുർആനിൻ അറബിയൻ ലഅല്ലക്കും തഅഖിലൂൻ. നമ്മൾ പരിഭാഷ വായിച്ചിട്ട് നമ്മൾ വിചാരിക്കുകയാണ് നമ്മൾ ഖുർആൻ പഠിച്ചു എന്ന്, ഖുർആൻ മനസ്സിലായി എന്ന്. ഞാൻ ചില സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ മിക്കവാറും ഇന്നത്തെ എല്ലാം എഡിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ വളരെ കോൺട്രവേഴ്ഷ്യലായ ഒരു കാര്യമാണ്. അതായത് ഈ അറബി പഠിക്കാതെ അറബി മനസ്സിലാകാതെ ഖുർആൻ നമുക്ക് തിരിഞ്ഞു എന്ന് പറഞ്ഞിടത്ത് കുറേ പ്രശ്നമുണ്ട്. ഇപ്പോൾ റബ്ബ്, ആ തെർബിയത്തിൻ്റെ റുബൂബിയത്തിൻ്റെ അർത്ഥം മനസ്സിലാകാതെ നമ്മളൊരു മലയാളത്തിലൊരു രക്ഷിതാവുന്ന ഒരു നാഥൻ എന്ന ഒരു ചെറിയ ഒരു തലത്തിലേക്ക് റബ്ബിനെ കൊണ്ട് പരിമിതിപ്പെടുത്തിയുള്ളൊരവസ്ഥ ആലോചിച്ച് നോക്കി. അപ്പോൾ അറബി നമ്മളെല്ലാവരും അറബി പഠിച്ചിട്ട് ഇനി അറബിയിൽ വലിയ എക്സ്പേർട്ടുകളാവണം എന്നെല്ലാം പറയണത്. പക്ഷെ അറബിയിൽ അത്യാവശ്യം ഖുർആൻ മനസ്സിലാക്കാൻ പറ്റുന്ന അറബി പഠിക്കുക എന്ന ഒരു അജണ്ട നമ്മുടെ പഠന പദ്ധതിയിൽ ഉണ്ടാവണം. അറബി പഠനത്തിന് പ്രാധാന്യം കൊടുക്കുന്നൊരവസ്ഥ ഉണ്ടാകണം എന്നാണ് ആ തലത്തിൽ പറയാനുള്ളത്. പിന്നെ നമ്മളിവിടെ നടത്തുന്ന ക്ലാസ്സുകൾ അതിൽ മാസത്തിലൊരിക്കലെങ്കിലും, ഇപ്പോൾ ഞാൻ ഇന്ന് ചെയ്തതുപോലെയുള്ള ഒരു തദബ്ബുർ, പിന്നെ ഒരു ആക്ടിവിറ്റി. ഇപ്പോൾ ഞാൻ ശരിക്കും നല്ല പേടിയുണ്ടായിരുന്നു, പിന്നെ ഞാൻ പുറത്ത് കാണിക്കാത്തതുകൊണ്ടാണ്. കാരണം ഇങ്ങനെ ഇതൊരു ചർച്ച ചെയ്ത സമയത്ത് മൻസൂറിനോട് പറയും ചെയ്തിരുന്നു, വിജയിക്കുമെന്ന് അറിയില്ല, സസ്പെൻസിൽ നിന്നോട്ടെ, കാരണം സസ്പെൻസിലാവുമ്പോൾ നീ വിജയിച്ചാലും ഇല്ലെങ്കിലും ഞാൻ മാത്രമല്ല അറിയുള്ളൂ. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കുക, ക്ലാസ്സിൻ്റെ ക്രെഡിറ്റ് മൊത്തം എനിക്ക് കിട്ടുക, നിങ്ങളെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കുക എന്നുള്ളതായിരുന്നു. എനിക്ക് കിട്ടിയ സംഭവങ്ങൾ അറിയാം. അപ്പോൾ ഈ ഒരു 10, 20, 25 ആയത്തുകൾ എന്ന് പറയുന്നത് എൻ്റെ വ്യക്തിപരമായ ഖുർആൻ പഠനത്തിന്, എൻ്റെ ഖുർആൻ ഗവേഷണത്തിന്, എൻ്റെ ഖുർആൻ തദബ്ബുറിന് നിങ്ങൾ നൽകിയ സംഭാവനയാണ്. ഇത് ഞാനിനി കൂടുതൽ പഠിച്ച് മനസ്സിലാക്കി എവിടെയൊക്കെ ആരൊക്കെ പഠിപ്പിക്കുന്നുണ്ടോ അതിൻ്റെ ഒരു വലിയ അതേ പ്രതിഫലം എനിക്കൊട്ടും നഷ്ടപ്പെടാതെ, അത് പഠിക്കുന്നവർക്കൊട്ടും നഷ്ടപ്പെടാതെ നിങ്ങൾക്ക് കിട്ടും. അപ്പം നമ്മളിതിൽ ഒരു വിധേയരാവുക, അല്ലെങ്കിൽ ഇതിലിങ്ങനെ സ്വീകരിക്കുന്നവർ മാത്രമാവുക എന്ന തലത്തിലേക്ക് നമ്മളിതിൻ്റെ കോൺട്രിബ്യൂട്ടേഴ്സ് ആവുന്ന അവസ്ഥയിലേക്ക് മാസത്തിൽ ഒരു ക്ലാസ്സെങ്കിലും, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നിർത്താനും നിർബന്ധിക്കാനൊക്കെ പറ്റുന്ന ഒരാൾ വേണം. പിന്നെ ഞാൻ അല്ലെങ്കിൽ പിന്നെ ഒരാൾ മാത്രം സംസാരിച്ച് പിന്നെ അതിൽ നല്ലത് വേറെ ആളെ കൊണ്ടല്ലേ നമുക്ക് തോന്നും. പറയേണ്ടത് മാത്രം പറഞ്ഞ് ബാക്കി നമുക്ക് കൂടുതൽ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിക്കാമല്ലോ. അങ്ങനെ എല്ലാവർക്കും ഒരു അവസരം കൊടുത്തിട്ട് എല്ലാവരും എന്തെങ്കിലുമൊക്കെ, അപ്പോൾ നമുക്ക് തോന്നും ഞാൻ ഇന്നലെ ഇപ്പം നമ്മൾ ഇപ്പം ഇന്ന് എല്ലാവരും അനുഭവിക്കുന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ നേരത്തെ വേറെ ഇതുപോലുള്ള സമാനമായ സംഗതികൾ പോയിട്ട് വന്നു. കാരണം ആദ്യമായിട്ട് ഇപ്പോൾ അവതരിപ്പിച്ച ആളുകൾ ഇന്ന് ജീവിതത്തിൽ അനുഭവിക്കുന്ന വല്ലാത്തൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അത് ഞാൻ പഠിച്ച ഒരു ഖുർആൻ്റെ ആയത്ത് പറയാനും മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനും അതിന് ആളുകൾക്ക് മനസ്സിലാകാനോ അതിൻ്റെ ഒരു അപ്രീസിയേഷൻ, എന്താ പറയുക, അംഗീകാരം കിട്ടാനൊക്കെ പറ്റുന്നൊരു അവസ്ഥ ഉണ്ടായെന്ന് ഇന്ന് ശരിക്കും ഉറക്കം കിട്ടില്ല. ഭയങ്കര സന്തോഷമായിരിക്കും അത്. ഇത് നമുക്ക് സാധ്യമാണ്. അതിനാണ് നമ്മളിങ്ങനെ സംവിധാനം ഉണ്ടാക്കുന്നത്. നമ്മളിങ്ങനെ വന്ന് ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നത് കേട്ട് പോകുന്നതിനപ്പുറത്ത് മാസത്തിലൊരിക്കലെങ്കിലും നമ്മുടെ ഈ QRF-ൻ്റെ സെഷനുകൾ അത് ഇങ്ങനെയുള്ള ഒരു കൊളാബറേറ്റീവായിട്ടുള്ള നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരാളെ ആ ഒരു ഷർത്തിൽ, മറ്റേന്ന് വെച്ചാൽ ഞാൻ ടീച്ചറെ പറയില്ല കേട്ടോ, ടീച്ചറെ അങ്ങനെ വിചാരിക്കരുത്. ടീച്ചർ പറഞ്ഞാൽ ഞാൻ നിർത്താൻ എനിക്ക് കഴിയുകയും ചെയ്യും. പക്ഷേ എവിടുന്നാണോ ട്രാക്കിൽ നിന്ന് പോകണം അപ്പോഴാണ് ഞാൻ എല്ലാവരും നിർത്തിയത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ആയത്ത് വെച്ച് ഇങ്ങനെ പോകുമ്പോൾ ഞാനത് ആസ്വദിക്കുമായിരുന്നു. അതിൻ്റെ അപ്പുറത്ത് നിങ്ങൾ വേറെ എന്താ സ്വന്തം കയ്യിൽ നിന്ന് ഇടാൻ തുടങ്ങുമ്പോൾ അവിടെ ഞാൻ നിർത്തും. അപ്പോൾ ടീച്ചർ ഞാൻ നിർത്താതിരുന്നത് അതിൻ്റെ ഒരു സീക്വൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ്. സിറാത്തിൽ മുസ്തഖീമിൽ നിന്ന് തുടങ്ങിയിട്ട് സിറാത്തിൽ തുടങ്ങി സിറാത്തിൽ അവസാനിപ്പിക്കുന്ന ഒരു നല്ല ഒരു ഫ്ലോ അതിനുള്ളതുകൊണ്ടാണ് ഞാൻ നിർത്താതിരുന്നത്. നിങ്ങളെക്കാളും വലിയവരെ ഞാൻ നിർത്തിയിട്ടുണ്ട്. എന്നാ ഞാൻ നിർത്തട്ടെ.
9 മണി എന്നിട്ട് 9:09 വാഗ്ദാനം പറഞ്ഞാൽ പാലിക്കണം, ലംഘിക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇത് നിങ്ങളൊന്ന് ഇതിൻ്റെ കുറച്ച് ആൾക്കാരൊന്ന് കൂടിയിരുന്നിട്ട് ഇതിനങ്ങനെ ഒരു അവസ്ഥ ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഈ തലയില്ലാത്ത തെങ്ങായി മാറരുത് ഇത്. ഒരു നാഥൻ ഉണ്ടാവണം. ഒരു എല്ലാവരും കൂടി തീരുമാനിക്കുന്നതിന് പകരം കുറച്ച് ആൾക്കാരൊന്ന് കൂടിയിരുന്ന് ചർച്ച ചെയ്യണം. ഇതിന് നിർബന്ധമായി ഫോളോ അപ്പ് ഉണ്ടാവണം. ഇത് ഞാൻ പറഞ്ഞ ഇത് എൻ്റെ മാത്രം ആശയങ്ങളാണ്. ഇത് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നിയ വേറെ ചില ഇതിനേക്കാൾ പ്രാക്ടിക്കലായത് ഇങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ അതിൽ ഈ പറഞ്ഞതെങ്കിലും നടത്താൻ പറഞ്ഞിട്ട് ഒരു ഷോർട്ട് ടൈം ലോങ് ടൈം രൂപത്തിലൊരു ലിസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാം കൂടി ചെയ്യൊന്നും വേണ്ട. ഇതിൽ ഏതാണ് നമുക്ക് തുടങ്ങാൻ പറ്റണതെന്ന് പരസ്പരം ഒന്ന് ആലോചിച്ചിട്ട് അത് അടുത്തൊരു ക്ലാസ് അല്ലെങ്കിൽ അടുത്തൊരു മാസം ആകുമ്പോഴേക്കും കഴിഞ്ഞ തദബ്ബൂർ ക്ലാസ്സിൽ നിന്നുണ്ടായ ഒരു ഔട്ട്പുട്ടാണിത്, അതിൻ്റെ ഒരു ഫോളോ അപ്പ് പ്രൊജക്റ്റാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഇതിനോട് കൂടുതൽ താല്പര്യം ഉണ്ടാവുകയും കൂടുതൽ ആളുകൾ ഇതിലേക്ക് താല്പര്യപ്പെട്ട് വരികയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാകും. അങ്ങനെ ഒരു നന്മക്ക് തുടക്കം കുറിക്കാൻ ഇങ്ങനത്തെ ഇന്നത്തെ ഒരു ദിവസത്തിന് ഈ ഒരു സെഷന് സാധിക്കുകയാണെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയൊരു സംഭവമായിരിക്കും. അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ, അള്ളാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു തആല നമുക്ക് വിനയം, അഹങ്കാരമില്ലാത്ത ഒരു മനസ്സ്, അസൂയയും കുശുമ്പും ഇല്ലാത്ത ഒരു സ്വഭാവം ഒക്കെ നമുക്ക് തെരുമാറാകട്ടെ. ഖുർആനിൻ്റെ ആളുകളായി ഖുർആൻ പറയുന്നത് അപ്പടി കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പകർത്തി ആരെയും കാണിക്കാനല്ല, അള്ളാഹുവിൻ്റെ മുന്നിൽ ബോധ്യപ്പെടുത്തുന്ന രൂപത്തിൽ ജീവിക്കാനുള്ള ഒരു ഇൽമും ഈമാനും തഖ്വയും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി കൂടുതൽ ഡിസ്കഷനുകൾക്കൊന്നും പോകണില്ല, അപ്പോൾ തന്നെ ആവശ്യത്തിലധികം സമയം എടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ എനിക്കൊരു ഉത്തരവാദിത്തമുണ്ട്. ഈ പറയുന്ന ഓരോ വിഷയത്തിലും നിങ്ങളെ കൂടെ തന്നെ എനിക്കൊരു ഉത്തരവാദിത്തമുണ്ട്. ഏത് കാര്യത്തിലാണ് എൻ്റെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത്, എൻ്റെ ഒരു കൺസൾട്ടൻസി അല്ലെങ്കിൽ എൻ്റെ ഒരു ഇടപെടൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അതിന് സഹായിക്കാനും സഹകരിക്കാനും കൂടി ഞാൻ തയ്യാറാണ് എന്നറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. സല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹബി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.